അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഇന്ന് വായിക്കുകയാണ്. കാരണം ഈ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് ദൈവം നമുക്ക് കൈമാറിയ ഏറ്റവും മഹത്വമേറിയ ഒരാശയം, ഈ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് ദൈവം നമുക്ക് കൈമാറിയ ഏറ്റവും മഹത്വമേറിയ ഒരാശയം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിലുണ്ട്. ജോസഫ് സീസൺ എന്ന ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള ദൈവസഭയുടെ അനുഭവങ്ങളായിരിക്കും എന്ന ആശയം ഇവിടെ പറയുകയുണ്ടായി. ജോസഫ് പടിപടിയായി താണ് കാരാഗ്രഹത്തിലായി. കാരാഗ്രഹത്തിൽ നിന്ന് ദൈവം അദ്ദേഹത്തെ ഉയർത്താൻ തുടങ്ങി. നീണ്ടുപോയ മീശ വടിച്ചു, മുടി വെട്ടി, ചങ്ങല അഴിച്ചു, വസ്ത്രം മാറ്റി, രാജസന്നിധിയിൽ എത്തിച്ചു. വെളിപ്പാട് കണ്ട് തുടങ്ങിയവനോട് വെളിപ്പാട് പറഞ്ഞു കേൾപ്പിച്ചു. വെളിപ്പാടുകളുടെ വ്യാഖ്യാനം ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചു തുടങ്ങിയവൻ രാജാവിൻ്റെ വെളിപ്പാട് വ്യാഖ്യാനിച്ചു. ഇസ്രായേലിനെ കൊള്ളത്തില്ല, എബ്രായരെ നമുക്ക് ചേർക്കാൻ ഒക്കത്തില്ല, അവർ ഞങ്ങൾക്ക് വെറുപ്പാണെന്ന് പറഞ്ഞ് മിസ്രയീമിൽ ദൈവം അദ്ദേഹത്തെ ഉയർത്തി. തൻ്റെ ജനത്തെ വളർത്തേണ്ടതിന് വേണ്ടി തൻ്റെ സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കും തൻ്റെ മാതാപിതാക്കൾക്കും ആവശ്യമുള്ളത് കൊടുക്കേണ്ടതിന് വേണ്ടി ദൈവം യോസഫിനെ മാനിച്ചു. തൻ്റെ കടമകൾ നിർവഹിക്കേണ്ടതിന് വേണ്ടി പ്രായമായ തൻ്റെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് തൻ്റെ അപ്പനെ മിസ്രയീമിൽ കൊണ്ടുവന്ന് രാജകീയ ആഡംബരത്തോടുകൂടെ പരിപാലിപ്പാനും അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് തൻ്റെ അനുഗ്രഹം ജോസഫിൻ്റെ മേലും ജോസഫിൻ്റെ 2 മക്കളുടെ മേലും കൈമാറി ചാരിതാർത്ഥ്യതയോടെ അദ്ദേഹം മരിക്കുന്ന സമയം തൻ്റെ ആജ്ഞ ഏറ്റെടുത്ത്, അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ ആജ്ഞ എന്നെ അടക്കുന്നത് മക്പേല നിലത്തിലെ ഗുഹയിലായിരിക്കണമെന്നായിരുന്നു. അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, വാഗ്ദത്തങ്ങൾ തലമുറയായി തുടരുന്ന ദൈവത്തെ മാനിച്ചുകൊണ്ട്, ഞാൻ അവിടെ കിടക്കേണ്ടതിന് മക്പേല നിലത്തിലെ ഗുഹയിൽ എന്നെ അടക്കണമെന്ന് ഒടുവിലത്തെ ആജ്ഞ വാങ്ങി അത് ശിരസ നിർവഹിക്കുകയും മിസ്രയീമിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആഡംബരങ്ങളോടുകൂടെ മക്പേല നിലത്തിലെ ഗുഹയിലേക്ക് തൻ്റെ പിതാവിനെ കൊണ്ടുപോയി അടക്കുകയും ചെയ്ത ജോസഫ് അനുഗ്രഹം, അവരവരുടെ ജീവിതത്തിൽ ദൈവം തരുന്ന നന്മ ഏറ്റുവാങ്ങുവാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾക്കും ആവശ്യമുള്ളത് ചെയ്യുവാൻ, ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തെ ദൈവത്തിന് വേണ്ടി ഉയർത്തുവാൻ, മക്കളോടും മാതാപിതാക്കളോടുമുള്ള ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുവാൻ, ജീവിതത്തിലെ ഉയർത്തപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരുവനായി മാറുവാൻ ഒരു ജോസഫ് യുഗത്തിലേക്ക്, ജോസഫ് സീസണിലേക്ക്, ജോസഫ് സ്ഥലത്തിലേക്ക്, അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തും എന്ന് പറഞ്ഞുകൊണ്ട് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഈ മാസം 1-ാം തീയതി ആരംഭിച്ചു. 2-ാം തീയതി ആയിരിക്കും നമുക്ക് ആ വാഗ്ദത്തം ലഭിച്ചത്. ഇന്നലെ 21-ാം തീയതി ഇത് അവസാനിപ്പിക്കുമ്പോൾ ഉച്ചയ്ക്ക് 3 മണിക്ക് സഭയെ അടുത്ത പടിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു എന്ന വാക്ക് മറ്റൊരു പ്രവാചകനിലൂടെ കേട്ടുകൊണ്ട് ഇന്ന് ഈ സന്ദേശത്തിലേക്ക് കയറുവാൻ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 7-9-10. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോട് കൂടി ഇരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രൈം രാജാവായ ഫറവോന്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവൻ അവനെ മിസ്രൈമിനും തൻ്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. പഴയ നിയമത്തിൽ നിന്ന് ആ തിരുവചന ഭാഗങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് സ്തേപ്പാനോസ് എന്ന ദൈവപൈതൽ പുരോഹിതന്മാരുടെയും സഭാ നേതാക്കന്മാരുടെയും മുമ്പിൽ നടത്തുന്ന പുതിയ നിയമത്തിലെ ഒരു പ്രധാന പ്രസംഗത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ജോസഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം നമ്മൾ അടർത്തിയെടുക്കുകയായിരുന്നു. പുതിയ നിയമസഭ ആരംഭിച്ച് വളരുന്നതോടുകൂടെ അസൂയാലുക്കളായ അനേകരും എഴുന്നേറ്റു. കാരണം ദേവാലയത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന ദൈവാത്മാവ് ദേവാലയം വിട്ട് മർക്കോസിൻ്റെ മാളിക മുറിയിൽ ഇറങ്ങി. തങ്ങളുടെ മതത്തിന് വിരോധമായി സംസാരിച്ച കാരണത്താൽ ഇവനെ ഒടുക്കിക്കളയുമെന്ന് തീർത്തു പറഞ്ഞവനായ യേശു യഹൂദന്മാരുടെ കൂട്ടുകെട്ടിൽപ്പെട്ട് കള്ളസാക്ഷികളെ നിർത്തി കാരണമൊന്നും പറയാതെ അവനെ ക്രൂശിക്കുക എന്ന് മാത്രം ആർത്തു വിളിക്കപ്പെട്ട്, പക്ഷേ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട യേശു കല്ലറയെ ഭേദിച്ചു ഉയർത്തു. യേശു ഉയർത്തുവെന്ന യാഥാർത്ഥ്യം നിഷേധിക്കുവാൻ കഴിയാതെ ചെയ്തു പോയല്ലോ എന്ന പരാജയബോധം സാധാരണക്കാരൻ്റെ ഉള്ളിൽ വരുമ്പോൾ, ഇനി ഈ മാർഗം വളരാതെ വണ്ണം അടിച്ചൊതുക്കണമെന്ന് പറയുന്ന പരീശ, സാദൂക്യ, പുരോഹിത, വേദശാസ്ത്രി ഗണങ്ങളുടെ ഇടയിൽ
ഒരു ദിവസം സ്തേഫാനോസ് വന്നു നിന്നു. സഭ വളർന്നു തുടങ്ങി, ഭരണക്രമീകരണങ്ങൾ ഏറെക്കുറെയായി. സഭയ്ക്കകത്തൊരു കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. ഭക്ഷണമേശയിൽ വിളമ്പേണ്ടതിന് വേണ്ടി ദൈവകൃപയും പരിജ്ഞാനവുമുള്ള 7 പേരെ തെരഞ്ഞെടുത്ത് നിയമിച്ചു. ഇവർ വളരുമെന്ന ഉറപ്പ് ദേശത്തായി. ഈ സമയത്താണ് സ്തേഫാനോസ് വലിയ അത്ഭുതങ്ങളുമായി യേശുവിൻ്റെ വചനത്തെ ഉയർത്തുന്നത്. സ്തേഫാനോസിനെ പിടിച്ചു, നേതാക്കന്മാരുടെ മുമ്പിൽ എത്തിച്ചു. അവർ സ്തേഫാനോസിനെ ന്യായം വിസ്തരിക്കേണ്ടതിന് ഇത് ഉള്ളത് തന്നെയോ എന്നൊരു ചോദ്യം ചോദിച്ചു. അധ്യായത്തിൻ്റെ ആരംഭം അങ്ങനെയാണ്. ഇത് ഉള്ളത് തന്നെയോ എന്നൊരു ചോദ്യം ചോദിച്ചു. സ്തേഫാനോസ് ഒറ്റ വാക്കിൽ മറുപടി പറയാതെ പഴയ നിയമത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാഗ്ദത്തങ്ങളും വാഗ്ദത്ത നിവൃത്തികളും എപ്രകാരം പോകുന്നുവെന്ന് ഒന്നൊന്നായി എടുത്തു പറയാൻ തുടങ്ങി. അതിനകത്ത് 9-10 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ജോസഫിൻ്റെ ചരിത്രത്തിലേക്ക് വന്നു. ജോസഫിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. നിൻ്റെ അപ്പനും നിൻ്റെ അമ്മയും നിൻ്റെ 11 സഹോദരങ്ങളും നിന്നെ നമസ്കരിക്കും എന്നതായിരുന്നു അദ്ദേഹത്തിന് രേഖപ്പെടുത്തിയിരിക്കുന്ന ലഭിച്ചതായ വാഗ്ദത്തം. ഈ വാഗ്ദത്തം നിവർത്തിക്കപ്പെടാതെ വണ്ണം അസൂയ നിറഞ്ഞ സഹോദരന്മാർ, ഞങ്ങൾ ജോസഫിനേക്കാൾ വലിയവരാകുമോ, ചെറിയവരാകുമോ, ജോസഫ് ഞങ്ങളെക്കാൾ വളർന്നവനാകുമോ, സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അസൂയ നിറഞ്ഞ സഹോദരന്മാർ അറിയാതെ ജോസഫിനെ വിറ്റുകളഞ്ഞതുപോലെ നിങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ് എന്ന് സ്ഥാപിക്കേണ്ടതിന് വേണ്ടി ഈ 2 വാക്യങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു. പക്ഷേ ആ വാക്യത്തിൻ്റെ അകത്തോട്ട് കയറാൻ ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ജോസഫ് അധിപതിയാകുമെന്നും ജോസഫ് വളരുമെന്നും തൻ ദൈവജനത്തിനു വേണ്ടി സ്ഥലമൊരുക്കുമെന്നും അവർ വളരേണ്ടതിന് മിസ്രയീമിൽ അവർക്ക് വഴിയൊരുക്കുമെന്നും ദൈവം മുന്നമേ അറിഞ്ഞിരുന്നു. ദൈവം വിളിച്ചു വേർതിരിച്ച പ്രധാന വ്യക്തികളിൽ ഒരുവനായ അബ്രഹാം, ഞാൻ പല പ്രാവശ്യം ഇവിടെ ആവർത്തിച്ച് കഴിഞ്ഞു. വളർച്ചയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് സൃഷ്ടിച്ച ഒന്നാമൻ ആദമവുമാരായിരുന്നു. അവർ 2 പേരും തകർന്നു, പാപത്തിലകപ്പെട്ടു പോയി. അവരെ കൊണ്ടത് സാധിക്കാതെ വന്നപ്പോൾ ദൈവം നോഹയെ തിരഞ്ഞെടുത്തു. സന്താനപുഷ്ടിയുള്ളവനായി പെരുകി ഭൂമിയിൽ നിറയുക എന്ന് പറഞ്ഞ് നോഹയെ അനുഗ്രഹിച്ചു. പക്ഷെ ദൈവത്തോടുകൂടെ നടക്കുവാൻ നോഹയ്ക്ക് കഴിയാതെ പോയി, അദ്ദേഹവും തകർന്നു. മതമേ, യഹൂദ മതമേ, നിങ്ങളും അനുസരിച്ചില്ലെങ്കിൽ തകരും എന്നൊരു സൂചനയുണ്ട്. എന്നോട് സൂചനയുണ്ട്, ഇന്ന് ഇതിനകത്തിരിക്കുന്ന നമ്മൾ ഓരോരുത്തരോടുണ്ട്. കാലത്തിൻ്റെ പോക്കിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചു പറഞ്ഞു, വരിക, ഞാൻ നിന്നെ അനുഗ്രഹിച്ചൊരു വലിയ ജാതിയാക്കും. 12-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 1-2 വാക്യങ്ങൾ ദയവായി നോക്കാം. യഹോവ അബ്രാമിനോട് അരുളിച്ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും. ഞാനിപ്പോൾ അവിടെ വരെ എടുക്കുന്നുള്ളൂ, ബാക്കി തൊടുന്നില്ല. ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമേ, ഞാൻ 2 പ്രാവശ്യം പരാജയപ്പെട്ടതാ. ആദമിനെ വിളിച്ച് ഞാൻ പരാജയപ്പെട്ടു, നോഹയെ വിളിച്ച് ഞാൻ പരാജയപ്പെട്ടു. എൻ്റെ 2 പ്രാവശ്യത്തെ പരാജയം പരിഹരിച്ചുകൊണ്ട് ഞാൻ 3ാമതായി നിന്നെ വിളിക്കുക, വാ. അവരുടെ 2 പേരുടെയും മേൽ ഞാൻ വെച്ചിരുന്ന ടാസ്ക് അല്ല നിനക്ക് തരുന്നത്. ഞാൻ നിന്നെ ഒരു ജാതിയാക്കാൻ വേണ്ടി വിളിക്കുക. ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും. വാ, നീ എന്നെ സേവിക്ക്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ ഉയർത്തും. അബ്രഹാം ദൈവത്തെ സേവിക്കാൻ ഒരുമ്പെട്ടു. ആരംഭത്തെങ്കിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടം മുഴുവനും ഞാൻ നിനക്ക് തരും. അബ്രഹാം തന്നാൽ കഴിവോളം സ്ഥലങ്ങളിൽ ദൈവം കൊടുത്ത പരിധിക്കുള്ളിൽ നടന്നു. തൻ്റെ ഉള്ളങ്കാൽ ചവിട്ടാവുന്ന എല്ലാ ഇടത്തും ചവിട്ടി. തുടർന്ന് ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ഇങ്ങനെയല്ല അബ്രഹാമേ, തല ഉയർത്തി നോക്ക്. നീ കാണുന്നതിനൊക്കെയും ഞാൻ നിന്നെ അധിപനാക്കാൻ പോകുകയാ, ഞാൻ നിന്നെ പ്രഭുവാക്കി മാറ്റാൻ പോകുകയാ. അബ്രഹാം തല ഉയർത്തി നോക്കി, തനിക്ക് കാണാവുന്നത് മുഴുവനും കണ്ടു. കൂടെ കൂടെ ഞാൻ ആവർത്തിക്കും, C.V. രാമൻ കണ്ടുപിടിച്ച തിയറി അനുസരിച്ച് ഏതാണ്ട് 17 കിലോമീറ്റർ ദൂരമാണ് നഗ്നകണ്ണുകൾ കൊണ്ട് സാധാരണ സാഹചര്യത്തിൽ ഒരുവന് കാണാൻ കഴിയുന്നത്. 17 കിലോമീറ്റർ കഴിഞ്ഞാൽ ചക്രവാളം കാണാം, ആകാശം ഭൂമിയിൽ മുട്ടുന്നത് കാണാം. 17 കിലോമീറ്ററുള്ള ഒരു വൃത്തം തൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട്, കണ്ണുകളുടെ മുമ്പിൽ കണ്ടുകൊണ്ട് ദൈവത്തിന് യോഗ്യമാവണ്ണം നടന്ന അബ്രഹാമിനെ ദൈവം അടുത്ത പടിയിലേക്ക് മാറ്റാൻ തുടങ്ങി. അബ്രഹാമിനോട് പറഞ്ഞ്, നിർത്ത അബ്രഹാമേ, കറങ്ങിയത് മതി. ഞാൻ ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം നിനക്കും നിൻ്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരാൻ പോകുകയാണ്. ഞാൻ നിന്നെ ഒരു ജാതിയാക്കുമെന്ന് പറഞ്ഞല്ലേ വന്നത്. ജാതികൾ നിന്നിൽ നിന്ന് ജനിക്കും, വംശങ്ങൾ നിന്നിൽ നിന്ന് ഉദ്ധരിക്കും. ഞാൻ വിളിച്ച അളവിൽ നിന്ന് നീ വിശ്വസ്തനാകയാൽ അതിനേക്കാൾ ഉപരിയായ ഒന്നിലേക്ക് ഞാൻ നിന്നെ മാറ്റാൻ പോകുകയാണ്.
ജോസഫിനൊടുവിൽ ദൈവം കൊടുത്ത വെളിപ്പാട് റെക്കോർഡ് ചെയ്തിരിക്കുന്നതനുസരിച്ച് 11 സഹോദരന്മാരും മാതാപിതാക്കളും തന്നെ നമസ്കരിക്കണമെന്നേ ഉള്ളൂ. പക്ഷേ മിസ്രയീം മുഴുവനും തന്നെ നമസ്കരിക്കത്തക്കവണ്ണം, എബ്രായൻ മുഴുവനും തന്നെ നമസ്കരിക്കത്തക്കവണ്ണം വളർത്തിയവനായ ദൈവം, വളർത്തിൻ്റെ പുറകിൽ ദൈവം ഉപയോഗിച്ച തത്വം എന്താണ്? ഇവൻ എൻ്റെ വഴിയിൽ നടക്കുന്നു. ആദം നടക്കാതെ പോയിടത്ത്, നോഹ നടക്കാതെ പോയിടത്ത് ദൈവം മുമ്പിൽ നടക്കുവാൻ തീരുമാനിച്ച അബ്രഹാമേ, അങ്ങയുടെ തലമുറകൾ വളർന്നിരിക്കും. ദൈവത്തെ അനുസരിച്ച് നടക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്ന ചിലർക്കായി സ്തോത്രം. ഞാൻ മുന്നോട്ട് വരട്ടെ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, രാജാക്കന്മാർ നിന്നിൽ നിന്ന് എഴുന്നേൽക്കും. 23-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. ഉൽപ്പത്തി 23:6. നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ ഒരു പ്രഭുവാകുന്നു. അബ്രഹാമിനെ ദൈവം പറഞ്ഞു വിട്ടു. മതി, അബ്രഹാമിനെ ദൈവം പറഞ്ഞു വിട്ടു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഹിത്യർ, ഹിവ്യർ, യെബൂസ്യർ മുതലായി 32ഓളം ജാതികൾ പാർക്കുന്ന പട്ടണത്തിൽ ഏകനായി ഞാൻ നിന്നെ വിടുകയാണ്. കൂടെയുള്ളത് മച്ചിയായ ഒരു ഭാര്യ. സാഹചര്യങ്ങൾ നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ കുറവാണെങ്കിലും എനിക്കത് കാണാം അബ്രഹാമേ. ഞാൻ യുഗങ്ങളുടെ പാറയാ അബ്രഹാമേ. ഞാൻ ലോകത്തിൻ്റെ സൃഷ്ടാവാ അബ്രഹാമേ. ഞാൻ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവനാ അബ്രഹാമേ. എനിക്ക് ചിലതൊന്ന് എക്സിക്യൂട്ട് ചെയ്യുവാൻ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു വ്യക്തിത്വമായി അങ്ങ് എൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ മച്ചിയായ സാറയുടെ ഗർഭം തുറക്കുവാൻ എനിക്കറിയാം അബ്രഹാമേ. നിന്നോടുകൂടെ നടക്കേണ്ടവരെ നിനക്ക് തരുവാൻ എനിക്കറിയാം അബ്രഹാമേ. എൻ്റെ പദ്ധതികൾ മാറുകയില്ല. അബ്രഹാം പറ്റി നിന്നു. അടുത്ത കാലത്തെങ്ങും ഒന്നും സംഭവിച്ചില്ല. ഒരു മകൻ തനിക്ക് ജനിച്ചു, സ്തോത്രം. സേറ മരിച്ചു. വാഗ്ദത്തം കിടക്ക്. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. സേറ മരിച്ചു. ദൈവം കൊടുത്തിരിക്കുന്ന വാഗ്ദത്തം ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള ആ വലിയ സ്ഥലം മുഴുവനും നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വത അവകാശമായി തരികയാ. തൻ്റെ ഭാര്യ മരിക്കുമ്പോൾ അടക്കാൻ 1 ഇഞ്ച് സ്ഥലമില്ല. ഭയങ്കര വാഗ്ദത്തമാ. ജാതികൾക്ക് പിതാവാ, രാജാക്കന്മാരുടെ അധിപതിയാ, വലിയ ചക്രവർത്തിമാരിൽ ചക്രവർത്തി, അതാ രാജാക്കന്മാരുടെ അധിപതി. ഇതെല്ലാം വാഗ്ദത്തം കിടക്കുമ്പോൾ മരിച്ചുപോയ ഭാര്യയെ കുഴിച്ചിടുവാൻ 1 ഇഞ്ച് സ്ഥലമില്ലാതെ അബ്രഹാം നിലവിളിക്കുമ്പോൾ ഹിത്യർ അബ്രഹാമിൻ്റെ അടുക്കൽ വന്നു. നിലവിളിച്ച് കരയുന്ന, ശവമടക്കാൻ സ്ഥലമില്ലാതെ. എൻ്റെ പിതാക്കന്മാരിൽ എത്രയോ പേർ ശവസംസ്കാരത്തിന് സ്ഥലമില്ലാതെ നിലവിളിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. നമുക്ക് ഭാരം എത്ര പ്രാവശ്യം ഉണ്ടായി കാണാം. അബ്രഹാം ഈ സാഹചര്യത്തിലാണ്. മരിച്ചവളെ കുഴിച്ചിടുവാൻ ഒരു സ്ഥലമില്ല. ആ സമയത്താണ് ഹിത്യർ വന്ന് അബ്രഹാമിനോട് ചോദിക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഞങ്ങളുടെ ഏറ്റവും വിശേഷതയേറിയ ശ്മശാന സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിനകത്ത് നിന്റെ മരിച്ചവളെ അടക്കിക്കൊള്ളുക. ഒന്ന് ആലോചിച്ച് നോക്കി. വാഗ്ദത്തത്തിന് കൂട്ടവകാശിയായ സാറ അടക്കപ്പെടുവാൻ സ്ഥലമില്ലാതെ, വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണങ്ങളിൽ അധികം കാണാതെ തൻ്റെ കടമ നിർവഹിച്ച ശേഷം ഒരു പൈതൽ ജനിക്കുക എന്നത് തൻ്റെ കടമയായി. ദൈവമേൽപ്പിച്ച പാർട്ട്ണർഷിപ്പ് നിവർത്തിക്കുന്നവർക്കായി സ്തോത്രം. ആ പൈതലിൻ്റെ ജനനശേഷം ദൈവം അവളെ തിരിച്ചു വിളിച്ചു. അവൾ മരിക്കുമ്പോൾ ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം കണ്ടിട്ടില്ല. അബ്രഹാം പറഞ്ഞു കേട്ടതേ ഉള്ളൂ. അവൾ അത് വിശ്വസിച്ചു. പക്ഷേ വിശ്വാസത്തിൻ്റെ അന്തം കാണാൻ കഴിയാതെ മരിച്ചുപോയവളെ അടക്കാൻ സ്ഥലമില്ലാതെ അബ്രഹാം നിലവിളിക്കുന്ന ആ രംഗമൊന്ന് ഓർത്തു. ആരായി കിടക്കുന്നത്? വാഗ്ദത്തത്തിന് കൂട്ടവകാശി. ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള സ്ഥലം എൻ്റെ സന്തതി അവകാശമാക്കുന്നത് കാണുവാൻ രാജാക്കന്മാരുടെ അമ്മ എന്ന് പറയത്തക്കവണ്ണം, രാജാക്കന്മാരുടെ വല്യമ്മച്ചി എന്ന് പറയുവാൻ തക്കവണ്ണം വാഗ്ദത്തം ലഭിച്ചവൾ ഇതൊന്നുമില്ലാതെ പോയല്ലോ. പോട്ടപ്പാ, എൻ്റെ കടമ നിർവഹിക്കുവാൻ, മരിച്ചവളെ കുഴിച്ചിടുവാൻ എനിക്ക് സ്ഥലമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം നിലവിളിക്കുമ്പോൾ ഹിത്യർ എന്ന് പറയുന്നൊരു വാചകമാണിത്. അബ്രഹാമേ, അങ്ങ് കരയുമോ? നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിൻ്റെ പ്രഭുവായിരുന്നു. എൻ്റെ ദൈവമേ, അബ്രഹാമിനത് ഒരുപക്ഷെ മനസ്സിലായി കാണത്തില്ല. എന്നെ അസസ് ചെയ്യുന്നത് എൻ്റെ ചുറ്റുവട്ടങ്ങളാകട്ടെ. ദൈവം വാക്ക് പറഞ്ഞത് ചെയ്ത അബ്രഹാമേ, അങ്ങ് അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കത് കാണാം. ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ നോക്കിയിട്ട് അങ്ങ് ഞങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ ഒരു പ്രഭുവായിരുന്നു. ഇതാ ഞങ്ങളുടെ ഇടയിലുള്ള ശ്മശാന സ്ഥലങ്ങൾ മുഴുവനുണ്ട്. ഏറ്റവും മനോഹരമെന്ന് അങ്ങയ്ക്ക് തോന്നുന്ന, യുക്തമെന്ന് അങ്ങയ്ക്ക് തോന്നുന്ന എവിടെയും നിന്റെ ഭാര്യയുടെ ശവമടക്കാം, യാതൊരു പ്രശ്നവുമില്ല. അബ്രഹാം നിലം വരെ കുനിഞ്ഞവരെ തൊഴുതു, അവരുടെ മുമ്പിൽ താൻ നമസ്കരിച്ചൊരളവിൽ. എന്നിട്ട് അവരോട് പറഞ്ഞു, പക്ഷേ എന്നെ വിളിച്ചവനോട് വിശ്വസ്തത സൂക്ഷിക്കുവാൻ നിങ്ങളുടെ ശ്മശാന സ്ഥലം ഞാൻ എടുക്കത്തില്ല.
ഓ ഗോഡ്, എൻ്റെ ഈ വല്ലാത്ത സാഹചര്യത്തിന് നടുവിൽ, ഈ ടെറിബിൾ പോയിന്റിൽ മരിച്ചവളെ കുഴിച്ചിടുവാൻ, ശവമടക്കുവാൻ എനിക്ക് സ്ഥലമില്ലെങ്കിലും ദൈവം എന്നോട് പറഞ്ഞത് എനിക്ക് തരുമെന്നാകയാൽ ആ വാഗ്ദത്തം നിവർത്തിച്ച് അതിനകത്തെ ഇവളെ അടക്കത്തുള്ളൂ. ഇന്ന് പകൽ പ്രമാണത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അവർ പറഞ്ഞു, നിനക്ക് സിലക്ട് ചെയ്യാം. അബ്രഹാം പറഞ്ഞു, വില തന്ന് വാങ്ങേണ്ടതിന്, ഹിത്യരുടെ നാട്ടിൽ നിന്ന് വില തന്ന് വാങ്ങേണ്ടതിന് ആ മക്പേല നിലത്തിലെ ഗുഹ എനിക്ക് വിലയ്ക്ക് തരേണം. ദൈവിക വാഗ്ദത്തത്തിൻ്റെ നിവർത്തീകരണത്തിൻ്റെ രണ്ടാം പടിയായി മകൻ ജനിച്ചു. രണ്ടാം പടിയായി മക്പേല നിലത്തിലെ ഗുഹ അബ്രഹാം വിലയ്ക്ക് വാങ്ങി. സാഹചര്യങ്ങളുടെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്ത് തന്ന ഒരു അബ്രഹാമിന് ഇസഹാക്കിൽ നിന്ന് ഒരു യാക്കോബിനെ കിട്ടി. യാക്കോബ് ജീവിതത്തിൻ്റെ പ്രാരംഭത്തിങ്കൽ പരാജയപ്പെട്ടവനാ. ജീവിതത്തിൻ്റെ പ്രാരംഭത്തിങ്കൽ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പോയവനാ. കളിപ്പീരുകാരൻ എന്ന പേരുമായി നടന്നവനാ. പക്ഷെ ദൈവത്തിന് അവൻ്റെ ജീവിതത്തിൽ ഒരു ഉദ്ദേശമുണ്ട്. ഒരു വാഗ്ദത്തം പിതാക്കന്മാരോട് പറഞ്ഞത് നിവർത്തിക്കാനുണ്ട്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചില സഹോദരങ്ങൾ, മീഡിയകളിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, അടുത്ത ദിവസങ്ങളിലും നാളെയും മറ്റും എന്നെ ശ്രദ്ധിക്കുവാനുള്ളവർ, ഇന്ന് രാത്രി, ഇന്ന് പകൽ ദയവായി അറിഞ്ഞാലും ഈ സമയം അറിഞ്ഞാലും, ചില പിതാക്കന്മാരോടുള്ള വാഗ്ദത്തങ്ങൾ ദൈവത്തിന് നിവർത്തീകരിക്കേണ്ടതിന് ഒന്ന് നിന്നുകൊടുക്കാമോ? പരാജയങ്ങളിൽ നിന്ന് വിടുവിച്ച് പ്രതികൂലങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന് ആവുന്നിടത്തോളം അളവിൽ അനുഗ്രഹം തരുവാൻ ദൈവം ആഗ്രഹിക്കുക. യാക്കോബ് തെറ്റിപ്പോയി. പക്ഷേ ഒരു ദിവസം യാക്കോബിന് യഹോവ പ്രത്യക്ഷപ്പെട്ടു. ഒരു കോവേണിയുടെ വെളിപ്പാട്. ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും യാക്കോബേ, നീ എൻ്റെ മുമ്പിലൊന്ന് നിന്നതാ, ഞാൻ നിന്നെ തിരിച്ചു കൊണ്ടുവരും, ഞാൻ നിന്നെ പരിപാലിക്കും, ഞാൻ നിന്റെ ദൈവമായിരിക്കും. നിന്റെ അപ്പനോടുള്ള വാഗ്ദത്തം എനിക്ക് മറക്കാനൊക്കത്തില്ല. അബ്രഹാമിനോടുള്ള വാഗ്ദത്തത്തിൻ്റെ നിവർത്തിക്കായി തേണ്ട ദൈവം യാക്കോബിനോട് വാക്ക് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ദൈവം എനിക്ക് ആഹാരം തന്നാൽ, ദൈവം എനിക്ക് വസ്ത്രം തന്നാൽ, ദൈവം എനിക്കൊരു പരിപാലനം തന്നാൽ, എന്നെ വന്യമൃഗങ്ങൾ കടിച്ചു കീറാതെ, എന്നെ നാട്ടുകാർ തല്ലിക്കൊല്ലാതെ എന്നെ ദൈവം ഒന്ന് പരിപാലിച്ചാൽ ഞാൻ യഹോവയ്ക്ക് ഒരു ആലയം പണിയുവാൻ ഇവിടെ മടങ്ങി വരും. പ്രൈസ് ഗാഡ്. ഇന്ന് പകൽ ദൈവത്തിന് ചില നിയമങ്ങൾ നിലനിർത്തേണ്ടതിന്, പിതാക്കന്മാരോടുള്ള ചില വാഗ്ദത്തം നിലനിർത്തേണ്ടതിന് വേണ്ടി നമ്മുടെ പിതാക്കന്മാരോടൊരു വാഗ്ദത്തമുണ്ട്. വരിക, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷിയാക്, നഷ്ടപ്പെട്ട ജനതയെ എനിക്ക് വേണ്ടി തിരികെ പിടി, ഭൂമിയുടെ അറ്റങ്ങളെ എനിക്ക് വേണ്ടി കൊണ്ടുവാ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ വരാമെന്ന് ഒരു വാഗ്ദത്തം പിതാക്കന്മാരോട് ഉള്ളത് ദൈവത്തിനൊന്ന് നിർവഹിക്കുവാൻ ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ചിലർ ദൈവപ്രമാണത്തിൽ നിന്ന് നിന്നു കൊടുക്കുമോ? ഇന്നത്തെ പിന്മാറ്റം മാറ്റി മടക്കിക്കൊണ്ടുവരുവാൻ. ഒരുപക്ഷെ തളർച്ച വന്നെങ്കിൽ, ഒരുപക്ഷെ പിന്മാറ്റം വന്നെങ്കിൽ ദൈവം അറിയാതിരിക്കുന്നില്ല, തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഓ യാക്കോബ് പ്രമാണങ്ങളിലേക്ക് ഇറങ്ങി, കർത്താവ് എന്നെ അങ്ങനെ സൂക്ഷിക്കുമെങ്കിൽ, എൻ്റെ ആയുഷ്കാലത്ത് ദൈവം എന്നെ തിരിച്ചു കൊണ്ടുവരുമെങ്കിൽ, ഇന്ന് ഞാൻ ഈ നിർത്തിയിരിക്കുന്ന കല്ല് യഹോവയ്ക്കൊരു തൂണായിരിക്കും. ഇതൊരു തൂണായി നിർത്തിയേച്ച് പറഞ്ഞു, ഇതൊരു യാഗപീഠമായിരിക്കും, ഇതിൻ്റെ മേൽ ഞാൻ യാഗം കഴിക്കും, ഇതിൻ്റെ മേൽ ഞാൻ ആരാധന കഴിക്കും. തീർന്നില്ല, എനിക്ക് കിട്ടുന്ന സകലതിലും ഞാൻ യഹോവയ്ക്ക് ദശാംശം കൊടുക്കും. ദശാംശം ബൈബിളിലെ ഉപദേശമാണോ? അതിനെ ഉപദേശത്തെക്കാൾ കവിഞ്ഞ് അതൊരു വെളിപ്പാടാ. അബ്രഹാമിന് ദൈവം കൊടുക്കുന്ന ഒരു വെളിപ്പാടാ. അതിനെക്കുറിച്ചൊരു കൽപ്പനയോ ഉപദേശമോ ഇല്ലാതിരിക്കെ ശാലേം രാജാവായ മൽക്കീസദേക്ക് അബ്രഹാമിനെ എതിരേറ്റു ചെന്നു. എബ്രായ ലേഖനം പറഞ്ഞു, മൽക്കീസദേക്ക് ദൈവപുത്രന് തുല്യനായി തിരുവചനം ചിത്രീകരിക്കുന്ന വ്യക്തിത്വമാ. അബ്രഹാം സകലത്തിലും തനിക്ക് ദശാംശം കൊണ്ട് കൊടുത്തു. അബ്രഹാമെ വലിയ നഷ്ടക്കളിയിലല്ലയോ നിൽക്കുന്നത്? 9 രാജാക്കന്മാരെ ജയിച്ച്, 9 രാജ്യങ്ങളെ ജയിച്ച്. ഞാൻ ഇന്നലെ ഒന്ന് തൊട്ടിരുന്നു. 5 രാജാക്കന്മാർ ഒരുമിച്ച് 4 രാജാക്കന്മാരോട് യുദ്ധം ചെയ്യാൻ ചെന്നു. 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ ജയിച്ച് 9 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നതിനെ അബ്രഹാം തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന തൻ്റെ വീട്ടിൽ ജനിച്ചു വളർന്നതും യുദ്ധാഭ്യാസം തികഞ്ഞതുമായ വെറും 318 പേരുമായി ചെന്ന് ഒരു യുദ്ധം ചെയ്തെന്ന് പറഞ്ഞാൽ ദൈവം അവനോട് കൂടെ നിന്നു. യുദ്ധത്തിനായി എൻ്റെ കൈകൾ, പോരിനായി എൻ്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്ന ദൈവം പേടമാൻ കാലുകൾക്ക് തുല്യമായി എൻ്റെ കാലുകളെ ഉറപ്പിച്ച് എന്നെ തൻ്റെ ഗിരികളിൽ നിർത്തിയവനായ ദൈവം ഈ മഹാജയത്തിന് ദൈവമാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, അടുത്ത മറക്കരുത്,
നീ എന്നെ സമ്പന്നനാക്കിയെന്ന് സോദോം രാജാവ് പറയാതിരിക്കാൻ ഒരു ചെരുപ്പിൻ്റെ വാറ് ഞാൻ എടുക്കത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അബ്രഹാം യുദ്ധത്തിൽ നഷ്ടക്കളി അല്ലാതെ യാതൊരു ലാഭവുമില്ലാത്തവൻ തന്നെ എതിരേൽക്കുവാൻ തേണ്ട വരുന്നു ശാലേം രാജാവ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ യുദ്ധത്തിൽ നിന്നുണ്ടാക്കിയതല്ല, പക്ഷെ ദൈവം എനിക്ക് തന്നത് ഇതുവരെ വന്നതിനകത്ത് 10-1 ഞാൻ ദൈവത്തിന് കൊടുക്കുവാൻ അവൻ ഈ പുരോഹിതന്റെ മുമ്പിൽ തേണ്ട കൊണ്ടുവന്ന ഒരു ദശാംശം അർപ്പിച്ചു. ഈ കഥ അവരുടെ വീട്ടിൽ അറിയാം. ഇന്ന് പകൽ ആത്മീക പരിചയമുള്ള ദൈവമക്കളെ, നിങ്ങളുടെ മക്കളോട് കഥകൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ആത്മീക പരിചയമുള്ളവരെ അവരവരുടെ മക്കൾക്കത് പറഞ്ഞു കൊടുക്കട്ടെ. അത് പഴയ നിയമമാണ്. ഞാൻ മുന്നോട്ട് പോകുകയാ. ദൈവത്തിൻ്റെ പ്രമാണമാ. മാതാപിതാക്കൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച നന്മയും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും മക്കളുമായി പങ്കുവെക്കണം. എൻ്റെ മാംസരക്തങ്ങളായവർക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ എന്നെ തന്നെ മറച്ചു വെക്കുകയില്ല. എൻ്റെ അപ്പം ഞാൻ നുറുക്കി കൊടുക്കുമെന്ന് പറയുവാൻ ഇന്ന് പകൽ ചിലരും കൂടെ ഏൽപ്പിക്കപ്പെടട്ടെ. ചിലരെ കൂടെ ദൈവത്തിന് മുൻപിലേക്ക് കൊണ്ടുവരുവാനുണ്ട്. യാക്കോബിന്റെ മനസ്സിൽ ഇത് കിടപ്പുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ ദൈവത്തെ കണ്ടെങ്കിൽ, ദൈവമേ ഞാൻ ചാകാതെ തിരിച്ചു വന്നാൽ ഇവിടെ ഞാൻ ആരാധന കഴിക്കും. എനിക്ക് കിട്ടുന്ന സകലത്തിലും ഞാൻ അങ്ങേക്ക് ദശാംശം തരും. വീട്ടിലിരുന്ന് ദശാംശം കവറിനകത്ത് കൊടുത്തയക്കുമെന്നല്ല, ഞാൻ ആരാധിക്കാൻ വരുമ്പോൾ, ഞാൻ ആലയം പണിതിരിക്കും, ഞാൻ ആരാധിക്കാൻ വരുമ്പോൾ ഞാൻ അങ്ങേക്ക് ദശാംശം തരാം. അബ്രഹാമിന്റെ നിയമം അവൻ ദൈവവുമായി പുതുക്കി. 21 വർഷങ്ങൾ കഴിഞ്ഞു. യാക്കോബ് തിരിച്ചു വരികയാ. യാബോക്കിൻ്റെ തീരത്തിട്ട് ദൂതൻ ഇവനെ പിടിച്ച്, ഞാൻ വാക്യം വായിക്കുന്നില്ല, 32-ാം അധ്യായത്തിൻ്റെ 28 കിടപ്പുണ്ട്, വായിക്കണ്ട. ദൂതൻ അവനെ പിടിച്ച് അവിടെ നിർത്തിയേച്ചു പറഞ്ഞു, നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലടിച്ച് ഒരു പ്രഭുവിനാവശ്യമുള്ള ബലം നീ കാണിച്ചിരിക്കയാൽ. ഞാൻ മലയാളത്തിൽ വായിക്കാത്തതിൻ്റെ ഒരു പ്രധാന കാരണം, മലയാള വേദപുസ്തകത്തിൻ്റെ തർജ്ജിമ ഒരല്പം തെറ്റിപ്പോയതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് മലയാള വേദപുസ്തകത്തിൽ നിന്ന് അതുപോലെ വായിക്കാൻ ഒക്കത്തില്ല. ദയവായി ഇംഗ്ലീഷ് തർജ്ജിമകൾ ശ്രദ്ധിച്ചാലും നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് കിട്ടും. ദൈവത്തോടും മനുഷ്യനോടും മല്ലടിച്ച് യുദ്ധം ചെയ്ത് ജയിക്കേണ്ടതിന് ഒരു പ്രഭുവിനാവശ്യമുള്ള ശക്തി നിന്നിൽ കണ്ടതിനാൽ, എൻ്റെ ഭാഷയിൽ നീ അത് തെളിയിച്ചതിനാൽ ഞാൻ നിന്നെ പ്രഭു എന്നർത്ഥം വരുന്ന ഇസ്രായേൽ എന്ന് വിളിക്കട്ടെ. നീ ദൈവത്തോടും മനുഷ്യരോടും യുദ്ധം ചെയ്ത് ജയിച്ചു. ഞാനിപ്പോൾ തൊടുന്നില്ല. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തൻ്റെ ജ്യേഷ്ഠ സഹോദരനാകുന്ന യേശാവുമായി മല്ല് പിടിച്ചാണ് അവൻ ജനിക്കുന്നത്. ഒരു കർത്താവിൻ്റെ ദാസന് ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് അവർകൾ തൻ്റെ ഒരു പ്രധാന സന്ദേശത്തിൽ പറഞ്ഞ ഒരാശയം ഒരുപാട് പ്രാവശ്യം പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഇരട്ട കുഞ്ഞുങ്ങളിൽ ചേട്ടനെന്നും അനിയനെന്നും വ്യത്യാസമില്ല, രണ്ടിനും തുല്യപ്രായമാണ്. ആദ്യം ആരുടെ തല കാണുമോ അവനായിരിക്കും ചേട്ടനാകുന്നത്. തൻ്റെ അമ്മയുടെ ഉള്ളിൽ യാക്കോബും ഏശാവും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മച്ചി തന്നെ അക്കാര്യം പലയിടത്തും പറയുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ, എൻ്റെ ഗർഭത്തിൽ പിള്ളകൾ തിങ്ങിയെന്നാണ് മലയാള വേദപുസ്തകം. ദേ ഹാഡ് ബീൻ ഫൈറ്റിംഗ്. അവരവിടെ വഴക്കിട്ടുകൊണ്ടിരിക്കുക. എന്തിനായിരിക്കണം വഴക്കിടുന്നത്? ബിഷപ്പ് ടി.ഡി. ജെയ്ക്സ് പറഞ്ഞ് എന്തിനാണെന്ന് അവരുടെ ജനനം കണ്ടാൽ അറിയാം. മൂത്തവൻ ആദ്യമേ വെളിയിലോട്ട് വന്നു, ഇളയവൻ അവൻ്റെ കുതികാലെ പിടിച്ചിട്ടുണ്ട്. നില്ലടാ, എനിക്ക് ആദ്യജാതനാകണമെന്നേ ഉള്ളൂ ഇതിനർത്ഥം. രണ്ടുപേര് തമ്മിൽ മൽപ്പിടുത്തം തുടങ്ങിയത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാ. പുറത്തു വരുന്നതിന് മുമ്പ് ഇതിനൊരു ആത്മീയർത്ഥമുണ്ട്. എനിക്കൊന്നാമനാകണം ചാൻസ് ഉണ്ടെന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അകം പറഞ്ഞതുകൊണ്ടായില്ല. ആദ്യം തലപുറത്ത് കാണണം, അവനായിരിക്കും ഒന്നാമത് തലപുറത്ത് കാണിപ്പാൻ, അടുത്ത കൃപാവരം കൂടെ ഏറ്റെടുക്കുവാൻ, അടുത്ത നന്മ കൂടെ പ്രാപിക്കുവാൻ, അടുത്ത ദൈവകൃപ കൂടെ ഏറ്റെടുക്കുവാൻ ആദ്യം എനിക്ക് കഴിയണം. മറക്കരുത് ദൈവമക്കളെ, എന്നെയും നിങ്ങളെയും നശിപ്പിക്കുവാൻ, കൃപാവരങ്ങൾ ഏറ്റെടുക്കാതെ ഇരിക്കുവാൻ, ദൈവിക പരിജ്ഞാനത്തിൽ പോകാതിരിക്കുവാൻ, ദൈവത്തിനും ദൈവസഭകൾക്കും എതിരെ കൂട്ടുകെട്ട് മിനഞ്ഞുണ്ടാക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പണ്ട് സ്തേപ്പാനോസ് പറഞ്ഞതുപോലെ ഇന്ന് വിളിച്ചു പറയുവാൻ ചിലർക്കും കൂടെ കഴിയട്ടെ. പരിശുദ്ധ നിന്ദിക്കുന്ന, ദൈവത്തെ അവഗണിക്കുന്ന ഒരു തലമുറയുടെ മുമ്പിൽ, യേശുവിനെ കുരിശിച്ച ഒരു തലമുറയുടെ മുമ്പിൽ സ്തേഫാനോസ് വിളിച്ചു പറഞ്ഞ ചരിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. അമ്മയുടെ ഉള്ളിൽ വെച്ച് യുദ്ധം ചെയ്തവൻ തോറ്റുപോയി. പക്ഷേ വെളിയിൽ വന്ന ശേഷം നീണ്ട വർഷങ്ങളുടെ സ്ട്രഗിളിനപ്പുറത്ത് ജ്യേഷ്ഠാവകാശം വില കൊടുത്തു വാങ്ങി. അപ്പനെ കുരുടനാക്കി ദൈവം ഇവനെ അനുഗ്രഹിച്ചു. അപ്പനെ കൊണ്ട് ഇവനെ അനുഗ്രഹിപ്പിച്ചു.
ജ്യേഷ്ഠാവകാശം സത്യത്തിൽ ലഭിച്ചവനായ ഇവനെ യാബോക്കിൻ്റെ തീരത്തിട്ട് ദൈവദൂതൻ പിടിച്ചേച്ചു വെച്ചു, പറമോനെ നിൻ്റെ പേരെന്താ? അവൻ പറഞ്ഞു, എൻ്റെ പേര് യാക്കോബെന്നാ. അതാ നിന്നെ അനുഗ്രഹിക്കാൻ ഒക്കാതെ പോയത്. ഞാൻ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ദൈവത്തിന് എനിക്ക് നിന്നെ അനുഗ്രഹിക്കണമെങ്കിൽ ഒരിടത്ത് വാഗ്ദത്തം കിടപ്പുണ്ട്, രണ്ടാമത് നിവർത്തിക്കാൻ ഞാൻ തയ്യാറാണ്. അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം നീ ദൈവത്തോട് റിസ്റ്റോർ ചെയ്ത് പ്രതിഷ്ഠ എടുത്തവനാ. ഇതെല്ലാം ആണെങ്കിലും നിൻ്റെ ആ കയ്യിലിരിപ്പ് പോയില്ല, നിൻ്റെ ആ സ്വഭാവം മാറിയില്ല, നിൻ്റെ ആ പേര് മാറിയില്ല. ആ പേരിൽ എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല, നിന്നെ കൊണ്ട് ചേഞ്ച് ചെയ്യാനും ഒക്കത്തില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ അങ്ങ് ചേഞ്ച് ചെയ്തു തരാം. നീ ഒന്ന് നിന്ന് തന്നാൽ മതി, ഞാൻ നിന്നെ ഒന്ന് രൂപീകരിച്ചു തരാം. ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, Thou shalt no more be called as Jacob but Israel. ഒരു പ്രഭുവിന് ആവശ്യമായ ശക്തി ഞാൻ നിന്നിൽ കണ്ടു. നീ മനുഷ്യനോട് മല്ലടിച്ച് നീ ജയിച്ചു. തൻ്റെ ദൂതനാകുന്ന എന്നെ പിടിച്ചു നിർത്തി കരഞ്ഞപേക്ഷിച്ച് നീ ജയം പ്രാപിക്കുക. ഞാൻ നിന്റെ തൊടയുടെ ഉളുക്ക് വരുത്തി, തൊടയുടെ തളം തൊട്ടു, നിന്നെ ഉളുക്കിപ്പോയി. ഒരു സാധാരണക്കാരനാണെങ്കിൽ മയങ്ങി താഴെ പോകേണ്ട വേദനയുണ്ട്. വേദനകളുടെ നടുവിൽ കടിച്ചു പിടിച്ച് നിന്നുകൊണ്ട് എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ലെന്ന് പറയുന്ന നീ എന്നെയും ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ക്ഷീണമാ വരുന്നില്ലെന്ന് പറയുന്നതും, ഉറക്കം വരുന്നു പോകുന്നില്ലെന്ന് പറയുന്നതും, ഇന്ന് നടക്കത്തില്ലെന്ന് പറയുന്നതും തോറ്റവരാണെങ്കിൽ നിന്റെ സതി പറയാ, ഞാൻ നിന്റെ തൊടയുടെ ഉളുക്ക് വരുത്തിയപ്പോൾ, തളം തൊട്ട് ഉളുക്കിയപ്പോൾ, ഒരു സാധാരണക്കാരൻ തൊടയുടെ ഈ ജോയിന്റ് ഇറ്റ് കെയിം ഔട്ട് ഓഫ് ദ സോക്കറ്റ്, അത്രയും ഒരു വേദന വന്നപ്പോൾ സാധാരണക്കാരൻ മയങ്ങി താഴെ വീഴേണ്ടതാ. എന്നിട്ട് നീ വീഴാതെ നിന്റെ ആത്മബലം സൂക്ഷിച്ചവനാ, നീ വേദന സഹിച്ചവനാ, എനിക്ക് വേണ്ടി നിന്നവനാ, നിന്റെ പർപ്പസിന് വേണ്ടി നിന്നവനാ. ആകയാൽ ഞാൻ സൗജന്യമായി നിന്റെ പേര് മാറ്റി, പക്ഷെ ഇന്നു മുതൽ ചൊവ്വേ നടന്നോണം. Thou shalt no more be called as Jacob. ഞാൻ നിന്റെ പേര് മാറ്റുകയാ, നിന്റെ പുതിയ പേര് ഇസ്രായേൽ. ഞാനിവിടെ അധികം നേരം നിൽക്കാൻ ഒക്കത്തില്ല. ഇതിനിടയ്ക്ക് ദൈവത്തിൻ്റെ സേനകൾ അവന് എതിരേക്കാൻ വരുന്നുണ്ട്. മഹനയും അവൻ കടന്നതാ. ദൂതന്മാർ വന്നതുകൊണ്ട് പേര് മാറിയില്ലെന്ന് മറക്കരുത്. കൃപാവരങ്ങൾ വ്യാപരിച്ചതുകൊണ്ട് പേര് മാറി എന്ന് ചിന്തിക്കരുത്. നോ, ഞാൻ നിന്റെ പേര് മാറ്റിയിടുകയാ. ഇവനെ പുതിയ പേരുമായി പോകുമ്പോൾ വരും ഏശാവ് ജ്യേഷ്ഠൻ. നാച്ചുറലി അവൻ പറയേണ്ടിയിരുന്നത്, എടോ ഏശാവേ, പ്രഭുവായടാ ഞാൻ തേണ്ടടാ വരുന്നു. അങ്ങനെ ആ ദൈവം അവനോട് പറഞ്ഞത്, Thou shalt no more be called as Jacob. തൻ്റെ തകർന്ന സാഹചര്യം ഇനി ഓർക്കരുത്. ഞാൻ നിന്നെ വിടുവിച്ചതാ. പഴയ പാപം ഇനി ചിന്തിക്കരുത്, ഇനി പിന്മാറ്റത്തിൽ പോകരുത്. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, മുന്തിയ മാനസാന്തരം 3 മാസം ഇതിനോടകം പിശാച് ഇവനെ വളച്ചിരിക്കും. യാക്കോബിനെ വളച്ചു. നെക്സ്റ്റ് ഡേ അവൻ ഏശാവിനെ കണ്ടപ്പോൾ പറഞ്ഞു, യജമാനനെ, ഇവിടെ ആരാ യജമാനൻ? എന്താ പറഞ്ഞു, നീയാടാ യജമാനൻ. ഇവൻ തിരിച്ചു പറഞ്ഞു, കിട്ടിയത് കളഞ്ഞു കുളിച്ചേച്ച് അവൻ്റെ പാരമ്പര്യം പൊക്കി. അവൻ പറഞ്ഞു, നീ ശരിയാവും തോന്നുന്നില്ല, നീ ശരിയാവുമെന്ന് തോന്നുന്നില്ല, ഇനി ഒരിക്കലും നിന്റെ അടുക്കൽ ദൂതൻ വരത്തില്ല. മനസ്സിലായോ? പക്ഷേ വാഗ്ദത്തം ചാകാനൊക്കത്തില്ല. നീ വാക്ക് വ്യത്യാസം കാണിച്ചത് കൊണ്ട് വാഗ്ദത്തം ചാകത്തില്ല. വാക്ക് തന്നവൻ മാറാത്തിടത്തോളം, വാക്ക് പ്രാപിച്ചവൻ തെറ്റിയാലും വാഗ്ദത്തം ജീവിച്ചിരിക്കും. പക്ഷെ നിന്നെ കൊണ്ട് നിവർത്തിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ വേറൊരാളിനെ അത് ഏൽപ്പിക്കും. യേശുവിൻ്റെ ഭാഷയിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ നിന്ന് എടുത്ത് അതിന് ഫലം കൊടുക്കുന്ന വേറൊരു ജാതിക്ക് ഏൽപ്പിക്കും. ദൈവരാജ്യത്തിന് ഫലം കൊടുക്കുവാൻ വിളിക്കപ്പെട്ട ദൈവമക്കളെ, മറക്കരുത്. 3-ാം പ്രാവശ്യം മറക്കരുത്. ദൈവരാജ്യത്തിന് ഫലം കായ്ക്കുന്നില്ലെങ്കിൽ, ഫലം കൊടുക്കുന്നില്ലെങ്കിൽ, നിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട ദൈവരാജ്യം നിന്റെ കയ്യിൽ നിന്ന് തിരികെ എടുത്ത് അതിന് ഫലം കൊടുക്കുന്ന വേറൊരു ജാതിക്ക് ഏൽപ്പിക്കും. ഇതിനെ ദൈവം വളർത്തും. ദൈവത്തിന് നടുതല, ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കും. സമർപ്പിക്കപ്പെടുന്ന ചില വിശ്വസ്തന്മാരെ, വിളിക്കപ്പെട്ടവരും വിശ്വസ്തരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ ഒരു ഗ്രൂപ്പിന് ദൈവത്തിന് വേണം. യാക്കോബിൻ്റെ മേൽ വിളി ഉണ്ടായിരുന്നു, അവൻ അവിശ്വസ്തനായി മാറി. റിസ്റ്റോർ ചെയ്യാൻ ശ്രമിച്ചു, ഒക്കാതെ വന്നു. ആകയാൽ വാഗ്ദത്തം ജോസഫിന് മാറി. ജോസഫ് ദർശനം കാണാൻ തുടങ്ങി. ജോസഫിനെ ദൈവം ദർശനങ്ങൾ ഏൽപ്പിച്ചു. ജോസഫ് പോകുകയാണ്. 41-40-41 വാക്യങ്ങളിൽ വായിക്കാമോ ദയവായിട്ട്? ഉൽപ്പത്തി 41-40-41 വാക്യങ്ങൾ.
ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഇംഗ്ലീഷിലെ പല തർജ്ജമകളിൽ ചിലത് നോക്കിയാൽ കാണുന്നത് പ്രിൻസ് എന്ന പദമാണ്. യാക്കോബ് പൊളിഞ്ഞയിടത്ത്, പ്രഭുവായി വരാതെ വണ്ണം പോയയിടത്ത് ദൈവം തിരഞ്ഞെടുത്ത ജോസഫ് കാരാഗ്രഹത്തിൽ നിന്ന് ഇറങ്ങി ഫറവോൻ്റെ മുമ്പിൽ ചെന്നു. സ്വപ്നം വ്യാഖ്യാനിക്കപ്പെട്ടു. നമ്മുടെ ബേസ് അവിടെ കിടക്കുന്നേ. ഫറവോൻ ജോസഫിനെ നോക്കി വെച്ച് പറഞ്ഞു, ഐ മേക്ക് യു എ റൂളർ, എ പ്രിൻസ് ഓവർ ദ ഹോൾ ഈജിപ്റ്റ്. ഈജിപ്റ്റ് രാജ്യത്തിന് മുഴുവനും ഞാൻ നിന്നെ ഭരണാധികാരിയും പ്രഭുവും ആക്കിയിരിക്കുന്നു. മോനെ, നിൻ്റെ അപ്പനെ ദൈവം തിരഞ്ഞെടുത്ത, എൻ്റെ ഭാഷയാണ്, ഫറവോൻ ഇതറിയാൻ വയ്യ. നിൻ്റെ അപ്പനെ ദൈവം തിരഞ്ഞെടുത്തതാ. അപ്പനെ അതിന് കൊള്ളുകയില്ലാതായി വന്നപ്പോൾ ജാതികീയ രാജാവായ ഒരുത്തനെ ദൈവം വിളിച്ചു പറഞ്ഞു, എൻ്റെ വാഗ്ദത്തം ചാകത്തില്ല, എൻ്റെ വാഗ്ദത്തം ചാകത്തില്ല. ഇന്ന് പകൽ വാഗ്ദത്തമുള്ള ദൈവവേദനെ, വാഗ്ദത്തം ചാകത്തില്ല. കൊല്ലാൻ നോക്കിയാൽ ഒക്കത്തില്ല, കുഴിച്ചിടാൻ നോക്കിയാൽ കിളുത്തു വരും. വാഗ്ദത്തം മാറത്തില്ല. വെട്ടിക്കളഞ്ഞ പൊട്ടിക്കിളിക്കും, വേറെ എന്ന് പൊട്ടും. വാഗ്ദത്തം മാറത്തില്ല. അതുകൊണ്ട് ഫറവോനെ, നീ കാരാഗ്രഹത്തിൽ ആളേക്ക്. എന്റെ വാഗ്ദത്തത്തിന്റെ ശൃംഖല തന്റെ കാരാഗ്രഹത്തിൽ വേറൊരു ചങ്ങലയിൽ കിടക്കുക. ഓ ഗോഡ്, എനിക്കൊരു വലിയ ചങ്ങലയുണ്ട്. അബ്രഹാം മുതൽ ക്രിസ്തു വരെ, ക്രിസ്തു മുതൽ എം എ വർഗീസ് വരെ, എം എ വർഗീസ് മുതൽ ഒടുവിലത്തെ തലമുറ വരെ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ വ്യക്തികളെയും പേരെടുത്ത് പറഞ്ഞു. എം എ വർഗീസ് എന്ന് പറഞ്ഞെടുത്ത് നിങ്ങളുടെ പേരിട്ടു. നമ്മെ ഒരുമിച്ച് ഒരു വലിയ ചങ്ങലയാക്കി നിർത്തുവാൻ ദൈവം തീരുമാനിച്ചതാ. ആ ചങ്ങലയുടെ ഒരു കണ്ണിയാണ് ജോസഫ്. ജോസഫേ, നിന്റെ മേൽ വേറൊരു ചങ്ങല കിടക്കുക. ഇന്ന് പകരം ദൈവിക ചങ്ങലയുടെ കണ്ണിയെ നമ്മുടെ മേൽ വേറൊരു ചങ്ങല വീണാൽ, ഫറവോനെ, കാരാഗ്രഹത്തിൽ ആളയച്ച് ആ ചങ്ങല വെട്ടി എന്റെ മകനെ പുറത്തെടുക്ക. ഇവൻ ആരാ? ഇവൻ പ്രഭുവാ. ഹല്ലേലൂയ. പ്രഭുക്കന്മാരെ, പ്രഭുകുമാരികളെ, പ്രഭുകുമാരന്മാരെ, പ്രഭുക്കളെ, ദൈവത്തിന് നിങ്ങളെ വേണം. ഇതര ചങ്ങലകള് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ പൊട്ടട്ടെ. ചങ്ങല വെട്ടി സ്വതന്ത്രമാക്കുന്ന, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ കാലങ്ങളില് രാഷ്ട്രീയ തടവുകാരെ ജയിലിലിട്ടേക്കും. രാഷ്ട്രീയ തടവുകാർ അവരെ ജയിലിലിട്ടേക്കും. ഒരുപക്ഷെ ഭരിച്ചുകൊണ്ടിരുന്ന രാജാവിൻ്റെ കുതന്ത്രങ്ങൾക്ക് വിരോധമായി ശബ്ദിച്ചവരാകാം. പുതിയ രാജാക്കന്മാർ ഭരണമേൽക്കുമ്പോൾ ചെയ്യുന്നത് ഒന്ന്, ചങ്ങല വെട്ടി അവരെ സ്വതന്ത്രമാക്കും. ജയിലറകൾ തുറക്കുവാൻ, ചങ്ങലകൾ വെട്ടുവാൻ. ഞാൻ പഴയ മലയാള പ്രയോഗം പുറത്തെടുക്കുകയാ. ചങ്ങല വാളുകൊണ്ട് വെട്ടുമെന്നൊന്നും അർത്ഥമില്ല, തുറന്നവരെ ഇറക്കി വിടുമെന്ന അർത്ഥം. പക്ഷെ ഉപയോഗിച്ചിരുന്ന വാക്കിതാണ്. പുതിയ രാജാക്കന്മാർ രംഗപ്രവേശനം ചെയ്യുമ്പോൾ പഴയ രാജാക്കന്മാർ രാഷ്ട്രീയ തടവുകാരായി അകത്ത് ജയിലിലിട്ടിരുന്ന ചിലതിനെ ചങ്ങല വെട്ടി പുറത്തെടുത്ത് അവർക്ക് സമ്മാനങ്ങൾ കൊടുത്ത് അവരെ മാനിക്കുമായിരുന്നു. യേശുവിൻ്റെ രാജ്യത്വം അംഗീകരിക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തെ കർത്താവും യേശുവിനെ കർത്താവും ദൈവവുമായി വാഴിക്കുന്ന ദൈവമക്കളെ, കാരാഗ്രഹങ്ങൾ തുറക്കുവാൻ, ഇരുമ്പഴികളെ തുറക്കുവാൻ, ഇരുമ്പോട അമ്പലനെ തകർക്കുവാൻ, ചങ്ങലകൾ വെട്ടുവാൻ ദൈവത്തിന് വകുപ്പുണ്ട്. ഹല്ലേലൂയ. ഫറവോനോട് പറഞ്ഞു, ഞാൻ 2 സ്വപ്നം കാണിക്കാം, ഇതിന്റെ അന്തം ഒരുത്തന്റെ ചങ്ങല വെട്ടണം. ഇവന്റെ അപ്പനെ ഞാൻ വിളിച്ചിട്ട് അവൻ നിന്നവനല്ല, ഇവന്റെ അപ്പനെ ഞാൻ കൊടുത്തിട്ട് നിന്നതല്ല. എൻ്റെ പിതാക്കന്മാർക്ക് നിഷേധിക്കപ്പെട്ട പലതും, എൻ്റെ പിതാക്കന്മാർക്ക് ലഭിക്കാഞ്ഞ പലതും എനിക്ക് തരുവാൻ, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കഴിയാഞ്ഞ പലതും നിങ്ങൾക്ക് തരുവാൻ എൻ്റെ ദൈവത്തിന് തിരിഹിതമായി. ഞാൻ സ്നാനപ്പെട്ട സമയത്ത് എൻ്റെ നാട്ടുകാരിൽ ചിലർ എന്നോട് പറഞ്ഞു, നിന്റെ അപ്പൻ സ്നാനപ്പെടാതെ നീ എങ്ങനെയാടാ സ്നാനപ്പെട്ടത്? നിന്റെ അപ്പൻ്റെ പരിധി വിട്ടു പോകാൻ പാടില്ല. ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കിയ ചോറ, എൻ്റെ അപ്പൻ കാർ ഓടിച്ചിട്ടില്ല, ഞാൻ കാർ ഓടിക്കരുതെന്നാണോ നിങ്ങൾ പറയുന്നത്? എൻ്റെ അപ്പനൊരു സൈക്കിളിൽ പോലും കയറിയിട്ടില്ല, ഞാൻ സൈക്കിളിൽ കയറുന്നതാണോ നിങ്ങൾ പറയുന്നത്? എടോ, ഭൗതികമായ വളർച്ചകളാകാമെങ്കിൽ എന്ത് കണ്ടടോ ആത്മീയ വളർച്ചയ്ക്ക് തകരാറ്? ഏത് തത്വമായത്? എവിടുത്തെ പ്രിൻസിപ്പിളായത്? എൻ്റെ അപ്പൻ ദൈവത്തെ അനുസരിച്ചില്ലെങ്കിൽ
ജോസഫിനെ അനുസരിക്കുന്നതിന് കുഴപ്പമില്ല, എനിക്ക് നിന്നെ വളർത്തണം. വാഗ്ദത്തം കിടക്കുന്നു, മണ്ണിനകത്ത് കുഴിച്ചു മൂടിപ്പോയി, ചങ്ങലയിൽ കുരുങ്ങിപ്പോയി. നോ, വാഗ്ദത്തം ചാകത്തില്ല. ചങ്ങലയ്ക്ക് ഇതിനെ ഒതുക്കാൻ കഴിയുകയില്ല. ചങ്ങല വെട്ടുവാൻ ദൈവം ഒരുവനെ അയക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ കുരുങ്ങിക്കിടക്കുന്ന ചില ചങ്ങലകൾ പൊട്ടട്ടെ, ചില ചങ്ങലകൾ പൊട്ടട്ടെ, ചില ചങ്ങലകൾ പൊട്ടട്ടെ. വാഗ്ദത്ത സന്തതിയെ വെളിയിൽ വാ. ഇതൊരു പ്രൊഫറ്റിക്കൽ ഡിക്ലറേഷനാ, ഇതൊരു പ്രാവചനിക പ്രസ്താവനയാ. ചങ്ങലയിൽ കുടുങ്ങിയ വാഗ്ദത്തം പേറുന്നവരെ വെളിയിൽ വാ. കാരാഗ്രഹത്തിന്റെ നിന്ന മാറ്റുവാൻ, കാരാഗ്രഹത്തിന്റെ ശൂന്യത മാറ്റുവാൻ ഞാൻ നിന്നെ ഷേവ് ചെയ്യാം, ഞാൻ നിന്നെ മുടി വെട്ടാം, ഞാൻ നിന്റെ വസ്ത്രം മാറ്റാം. വാ, ഞാൻ നിന്നെ മിസ്രയീമിന് അധിപതിയാക്കാം. അബ്രഹാമിനോട് വാക്ക് പറഞ്ഞു. സ്പിരിച്വൽ പ്രിൻസിപ്പിളിൽ പ്രഭുവായി അതിനപ്പുറം പ്രാപിച്ചില്ല. യാക്കോബിനെ തിരഞ്ഞെടുത്തു, പൊളിഞ്ഞ് താഴെ പോയി. ജോസഫിനെ എടുത്ത് ദൈവം റിസ്റ്റോർ ചെയ്തു. ജോസഫ് സീസണിൽ കയറുന്ന ദൈവ പൈതലേ, ഐ വാണ്ട് ടു മേക്ക് ദ തിങ്സ് ക്ലിയർ, എവിഡന്റ് ഫ്രം ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ വ്യക്തമാക്കട്ടെ. ജോസഫ് സീസണിൽ കയറുന്ന ദൈവ പൈതലേ, ചങ്ങല വെട്ടാൻ ദൈവം ആളയക്കും. സ്വപ്നം വ്യാഖ്യാനിപ്പാൻ ദൈവം അവസരം തരും. ദൈവത്തിന് ചെയ്യുവാനുള്ളത് ചെയ്യും. 45-ാമത്തെ അധ്യായത്തിലേക്ക് ഒന്ന് കയറാം. അതിൻ്റെ 8-9 വാക്യങ്ങൾ. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. അവൻ എന്നെ ഫറവോന് പിതാവും അവൻ്റെ ഗൃഹത്തിനൊക്കെയും യജമാനനും മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയും ആക്കിയിരിക്കുന്നു. എൻ്റെ അപ്പച്ചൻ യാക്കോബ് ദൈവത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് പോയെങ്കിൽ എന്നെ ഫറവോൻ്റെ മോനാക്കി എന്നല്ല പറഞ്ഞത്, എന്നെ ഫറവോന് പിതാവാക്കി. അവനെ സ്റ്റീർ ചെയ്യാൻ ദൈവം എന്നെ ഏൽപ്പിച്ചു. ഫറവോൻ സിംഹാസനം കൊണ്ട് മാത്രം വലിയവനാ, കാര്യം ചെയ്യുന്ന ഞാനാ. ഫറവോൻ എന്നെ എടുക്കുന്ന ദിവസം മുദ്രാമോതിരം ഊരി കൈ തന്നു. തന്നുവെച്ച് പറഞ്ഞു, നിന്നെ ഞാൻ സകല മിസ്രയീം ദേശത്തിനും പ്രഭുവാക്കി. നിന്റെ അനുവാദമില്ലാതെ ഒരുത്തൻ കൈ അനക്കത്തില്ല, ഒരുത്തൻ കാലകത്തില്ല. മറക്കരുത് പദം. ഫറവോന്റെ ഗ്രഹത്തിന് ദൈവം എന്നെ പിതാവാക്കി. ഇന്ന് പകൽ ചിലർ വിളിച്ചു പറയട്ടെ, രാഷ്ട്രീയ സ്ഥാനങ്ങൾ, അധികാര സ്ഥാനങ്ങൾ ദൈവസഭയുടെ അവകാശമാകയാൽ അംഗീകരിക്കപ്പെട്ട അർഹിക്കുന്നവന്റെ കയ്യിൽ ദൈവം അത് ഏൽപ്പിക്കേണ്ടതിന്, സഭയുടെ അകത്തേക്ക് ദൈവകൃപയുടെ വാതിലുകളെ കർത്താവ് തുറന്നെടുക്കേണ്ടതിന് സഭ ഇന്ന് പകൽ ദൈവത്തോട് ആവശ്യപ്പെട്ട ആഗോള വ്യാപകമായി ഭരിക്കുവാനുള്ള രാജാധിരാജാവിന് വേണ്ടി വഴിയൊരുക്കുവാൻ നിങ്ങൾ ഞാനും വിളിക്കപ്പെട്ടവരാ. ഫറവോന്റെ ഗ്രഹത്തിന് അവൻ എന്നെ പിതാവാക്കി. 26-27 വായിച്ചാട്ടെ. തന്റെ അപ്പന്റെ അടുക്ക പറഞ്ഞിരിക്കുന്ന വാചകമായി 26-27-45. അവനോട് യോസെഫ്, ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തിനൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. 11 മക്കൾ മിസ്രയീമിൽ നിന്ന് കൊടുത്തയച്ച ഫറവോന്റെ എമ്പളമുള്ളതായ രഥങ്ങളുമായി ഇങ്ങോട്ട് വന്ന് യാക്കോബിനോട് പറയുകയാണ്. ഒരുപാട് കർത്തൃദാസന്മാർ വിശ്വസിക്കുന്നത് ബെന്യാമീൻ ആയിരിക്കണം എന്നിത് പറഞ്ഞു തന്നാൽ മറ്റവന്മാർക്കൊരു ഭയങ്കര ചമ്മൽ കാണും. പണ്ടൊരിക്കൽ അവന് കൊടുത്ത പ്രത്യേക അങ്കി പറിച്ചു കീറി ആടിൻ്റെ ചോരയിൽ മുക്കി, നിന്റെ മോൻ്റെ അല്ലയോ ഒന്ന് നോയിക്കേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കൊടുത്ത പുള്ളികളുണ്ടല്ലോ. അവനെ വിറ്റ കാശ് കൊണ്ട് ചായ കുടിച്ച പാർട്ടി. 20 വെള്ളിക്കാശിന് വിറ്റതല്ലേ, അവനെ വിറ്റ കാശ് കൊണ്ട് ചായ കുടിച്ച പുള്ളികൾ. മറക്കരുതേ, അപ്പനോട് പറയാൻ മടി കാണും, പക്ഷെ മടിയില്ലാത്ത ഒരുത്തനുണ്ട്, ഈ കുറ്റത്തിൽ ഇടപെടാത്ത ബെന്യാമീൻ. അവൻ്റെ കയ്യിൽ 200 വെള്ളിക്കാശുണ്ട്, അവൻ്റെ കയ്യിൽ 5 ജോഡി ഡ്രസ്സുണ്ട്, അവൻ്റെ കയ്യിൽ ആഹാരമുണ്ട്. അവൻ വന്ന് അപ്പനോട് പറഞ്ഞ, അപ്പ എൻ്റെ ചേട്ടൻ ചത്തുപോയി ഇവന്മാർ കൊണ്ട് കാണിച്ച അങ്ങ് പറഞ്ഞ് വിലപിച്ച ജോസഫ് ജീവനോടിരിക്കുന്നു. അവൻ ആരാന്നറിയാമോ? പ്രഭുവാ. അങ്ങ് പ്രഭുവായിരുന്നെങ്കിൽ, അപ്പാ അങ്ങ് പ്രഭുവായിരുന്നെങ്കിൽ അങ്ങാണ് എന്നെ കെട്ടിപ്പിടിക്കേണ്ടത്. പക്ഷേ പ്രഭുവായ യോസേഫ് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പൻ നശിപ്പിച്ചത് ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. ഇനി അങ്ങേരുടെ അടുക്ക വന്ന് നമസ്കരിക്കുക.
അദ്ദേഹത്തോടുള്ള വാഗ്ദത്തത്തിൻ്റെ ഒരു ഭാഗം അത് അവൻ്റെ മുമ്പിൽ നമസ്കരിക്കണമെന്നാ. വന്നവനെ നമസ്കരിക്കേ. ഇന്ന് ദൈവമേപ്പിച്ച കൃപ കളഞ്ഞവരിതിനകത്തുണ്ടോ? ദൈവമേപ്പിച്ച കൃപ കളഞ്ഞ് ചേട്ടൻ വരുന്നത് കണ്ട് പാരമ്പര്യം ലംഘിക്കാതിരിക്കാൻ മുമ്പിൽ മുട്ടുകുത്തിയ എടോ യാക്കോബേ. അതിൻ്റെ അർത്ഥം ദൈവം കൈവിട്ടെന്നല്ല. ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവും എന്നൊരു പദമുണ്ട്. പിന്മാറിയത് കൊണ്ട് കർത്താവ് കളഞ്ഞെന്നല്ല, പക്ഷെ ഒരിക്കലും മേളത്തെ സ്ഥാനം തിരിച്ചു കിട്ടത്തുമില്ല. പോയത് പോയി. യു ഹാഡ് എ ചാൻസ്, ഫെയർ ചാൻസ്. വീണ്ടും കളഞ്ഞെങ്കിൽ പോയത് പോയി. ഉള്ളതിനെ ദൈവം ഉയർത്തട്ടെ. ഞാൻ മുന്നോട്ട് വരട്ടെ. തൻ്റെ ജീവിതത്തിൽ അത് ഫുൾഫിൽ ചെയ്തു. പുറപ്പാട് പുസ്തകം 2:14 വരുമ്പോൾ മോശ പ്രഭുവായിരുന്നു. ദൈവജനത്തിന് മുഴുവനും, യോസഫ് വളർത്തിയതായ ജനത്തിന്, ജോസഫ് മിസ്രൈമിൽ കൊണ്ട് പണി കഴിപ്പിച്ച ജനത്തിന് മോശ പ്രഭുവായി. ആ പ്രഭുവായ മോശയുടെ ശുശ്രൂഷയെ ഇസ്രായേൽ തന്നെ ചോദ്യം ചെയ്തു. വായിക്കാമോ? അതിനവൻ, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയുമാക്കിയവനാർ മിസ്രൈമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. തൻ്റെ സ്വന്തം ജനത്തെ സഹായിക്കുവാൻ വേണ്ടി ഇറങ്ങി വന്നവനായ മോശ, യേശുവിൻ്റെ ഒരളവിലൊരു ടൈപ്പോളജി, എ ഷാഡോ. ഇദ്ദേഹത്തെ നാട്ടുകാർ പിടിച്ചു, സ്വന്തക്കാർ പിടിച്ചു. യേശു അങ്ങനെ ആയിരുന്നില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരെ അവനെ കൈക്കൊണ്ടില്ല. ഇന്ന് ഇതിനകത്തിരിക്കുന്ന സകല ദൈവമക്കളും അങ്ങനെയാ. നമ്മുടെ ജനമാരെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ കെട്ടുപണി ചെയ്യേണ്ടതിന്, ദൈവവുമായി അവരെ ബന്ധപ്പെടുത്തേണ്ടതിന് ഒരുങ്ങുമെങ്കിൽ അവർക്ക് തിരിച്ചൊരു ചോദ്യമുണ്ട്. നിന്നെ ഞങ്ങൾക്ക് പ്രഭുവാക്കിയത് ആരെടാ? പക്ഷെ നാളെ നിങ്ങൾ തിരിച്ചു വരും പ്രഭുവാക്കിയത് ആരാന്ന് കാണാൻ. മോശയുടെ മുമ്പിൽ ന്യായവിധിക്ക് വേണ്ടി ഇവർ വന്ന് നിൽക്കുക. മോശ തളർന്നു, ജനം തളർന്നു. മോശ പറഞ്ഞു, ഞാൻ ഒരു 70 പ്രതിനിധികളെ ആക്കാം, അവർ നിങ്ങളെ ന്യായം വിധിക്കട്ടെ. പ്രഭു ആയടോ. കാരണം അത് ദൈവത്തിൻ്റെ നിയോഗമാ, അത് ദൈവിക നിയോഗമാ. ഇന്ന് പകൽക്കാലം ദൈവിക നിയോഗമുള്ളവരെ കുഴിച്ചിട്ട് കളഞ്ഞെങ്കിൽ, നിന്നെ ആര് പ്രഭുവാക്കിയെന്ന് ചോദിച്ചെങ്കിൽ, സ്ഥാനത്തു നിന്ന് എടുത്തു കളഞ്ഞെങ്കിൽ, നിഷ്കാസനം ചെയ്തെങ്കിൽ, ചങ്ങലയിൽ കുരുങ്ങിയെങ്കിൽ ഇത് തിരിച്ചു കിളുക്കും. ചങ്ങല വെട്ടും, ദൈവം ഉയർത്തോ, ദൈവം കൊണ്ടുവരികയാണ്. മോശ പ്രഭുവായി മാറി. ഞാൻ നിൽക്കുന്നില്ല, പുറപ്പാട് 34 കിടപ്പുണ്ട്. ദൈവം വിളിച്ചവരിൽ മോശയെ പോലൊരു പ്രവാചകൻ ഇസ്രായേലിൽ വേറെ ഉണ്ടായിട്ടില്ല. ആ മോശ, ഞാൻ ഇനി ചാടുക, ആ മോശ അവിടുന്ന് ജനത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങളെ ദൈവം വളർത്തി ഇവിടം വരെ ആക്കി. ഇപ്പം നിങ്ങൾ മിസ്രൈമിൽ നിന്ന് വന്നു, മരുഭൂമി കടക്കുക, നിങ്ങൾ കനാനിലോട്ട് കയറുക, നിങ്ങളവിടെ വർദ്ധിച്ചു പരക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൈവം എന്നെപ്പോലൊരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരും. ഒരു കൈമാറ്റം അബ്രഹാമിൽ തുടങ്ങിയതാ, ആദാമിൽ തുടങ്ങിയതാ, അബ്രഹാമിലൂടെ പാസ് ചെയ്തു. എന്നെപ്പോലൊരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. അതായിരുന്നു യേശു. ഓടിച്ചു പറഞ്ഞങ്ങ് പോയേക്കാം. വാഗ്ദത്തം കിട്ടിയവരെല്ലാവരും പ്രാപിച്ചിട്ടില്ല. പ്രഭുക്കന്മാരെല്ലാവരും പ്രഭുവായി തുടർന്നിട്ടില്ല. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം വായിക്കുന്നില്ല. ശമൂവേലിൻ്റെ 2-ാമത്തെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ പ്രഭുവായി ദൈവം തിരഞ്ഞെടുത്ത ശൗൽ പട്ടുപോയി. ഒരുപാടെണ്ണം പ്രഭുക്കന്മാർ പട്ടുപോയി, തിരഞ്ഞെടുത്ത അനേകർ പോയി. ദൈവം ഒരു ദാവീദിനെ രംഗത്ത് കൊണ്ടുവന്നു. 1 രാജാക്കന്മാർ 11:25 വായിച്ചാൽ കൊള്ളാം. ഒക്കുമോ? 1 രാജാക്കന്മാർ 11:25. ഹദദ് ചെയ്ത ദോഷം കൂടാതെ ഇവനും ശലോമോന്റെ കാലത്തൊക്കെയും ഇസ്രായേലിന് പ്രതിയോഗിയായിരുന്നു. അവൻ ഇസ്രായേലിനെ വെറുത്ത് അരാമിൽ രാജാവായി വാണു. സെരേദയിൽ നിന്നുള്ള എഫ്രൈമിനായ നെബാത്തിന്റെ മകൻ യോരോബെയാം എന്ന ശലോമോന്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു. അവന്റെ അമ്മ സെരൂയ എന്നു പേരുള്ള ഒരു വിധവ ആയിരുന്നു. ഞാൻ മുഴുവൻ വായിച്ചാൽ സമയം അങ്ങ് പോവും. ശലോമോന്റെ കയ്യിൽ രാജ്യത്വം വന്നു. ഇതിനിടയ്ക്ക് ദാവീദിൻ്റെ കാലത്ത് അദ്ദേഹത്തെ പ്രഭുവാക്കി ദൈവം ഒന്ന് റിസ്റ്റോർ ചെയ്തു. ദാവീദിൻ്റെ അന്ന് വീഴ്ച വന്നു. ദൈവം അതിനെ നന്നായി ശിക്ഷിച്ചു. ആ ശിക്ഷയ്ക്ക് ശേഷം പറഞ്ഞു, പക്ഷേ നീ മടങ്ങി വന്നതുകൊണ്ട് രാജ്യത്വം മാറ്റത്തില്ല. പക്ഷെ തനിക്ക് നഷ്ടപ്പെട്ട വലിയ കാര്യം അറിയാവോ? സഭ പണിയാൻ വേണ്ടി യഹോവയ്ക്ക് ആലയം പണിയാൻ വന്നപ്പം കർത്താവ് പറഞ്ഞു, വേണ്ട മോനെ വേണ്ട, അയലോക്കത്തെ രാജാക്കന്മാരുടെ തലവട്ടം നിന്നെ ഇനി ഉപയോഗിക്കാം.
ആലയത്തിൻ്റെ വട്ടം കൂട്ടാൻ നിന്നെ ഉപയോഗിക്കാം. പക്ഷെ നിന്നെപ്പോലെ ഒരുത്തൻ്റെ മലിനമായ കൈ കൊണ്ട് പണിത ആലയത്തിൽ ഞാൻ പാർക്കത്തില്ല. വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർ, ശുശ്രൂഷകളിൽ ഉയരുന്നവർ ശ്രദ്ധിച്ചോ, അശുദ്ധനെ അടുപ്പിക്കരുത്. ഇത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാ. നിന്നെ ഞാൻ ഇനിയും അനുഗ്രഹിക്കാം, നിന്നെ ഞാൻ ഇനിയും വളർത്താം. അരുതാത്തത് ചെയ്തവനെ, നിന്റെ കൈ കൊണ്ട് പണിത ആലയത്തിൽ വിശുദ്ധിയുള്ള ഒരു ദൈവം വസിക്കയില്ല. നിനക്ക് ആശയില്ലാഞ്ഞിട്ടല്ല, നൃത്തം അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, പക്ഷെ നിന്റെ അകത്തിരിപ്പ് വേറെയാകയാൽ അതിനകത്തിന് നിന്നെ കയറ്റത്തില്ല. നീ എനിക്കൊരാലയം പണിയണ്ട, അതിനകത്ത് ഞാൻ വരികയില്ല. എന്നാൽ നിന്റെ മകനായ ശലോമോനെ ഞാൻ തിരഞ്ഞെടുക്കാം. എൻ്റെ വാഗ്ദത്തം പൊട്ടിക്കിളിക്കട്ടെ, എൻ്റെ വാഗ്ദത്തം വളർന്നു വരട്ടെ. ഞാൻ ശലോമോനെ ഉപയോഗിക്കാം. ശലോമോനെ നിന്നെ കൊണ്ടൊത്തോടാ ഒത്തില്ല. അപ്പൻ പോയതിൻ്റെ 10 മടങ്ങ് ഇവൻ തെന്നി. അപ്പൻ പോയതിൻ്റെ 10 മടങ്ങ് ഇവൻ തെന്നി. തകർന്നു പോയ ശലോമോൻ്റെ കയ്യിൽ 12 ഗോത്രങ്ങൾ, 11 ഗോത്രങ്ങൾ അവൻ ഭരിച്ചുകൊണ്ടിരിക്കവേ തേണ്ടേ അവൻ്റെ ദാസനായിരുന്ന ഒരു യെരോബെയാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അഹിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ യെരോബെയാമിനെ ഒറ്റയ്ക്ക് കണ്ടു. ഭയങ്കരമായത്. ശലോമോൻ അറിഞ്ഞാൽ കൊല്ലും. അത് വരാതിരിക്കേണ്ടതിന് യെരോബെയാമിനെ അഹിയാവ് എന്ന പ്രവാചകൻ വന്ന് ഒറ്റയ്ക്ക് കണ്ടു. അദ്ദേഹം ഒരു പുതിയ അങ്കിയാണ് ധരിച്ചിരുന്നത്. അഹിയാവ് ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. അദ്ദേഹം ആ പുതിയ അങ്കിയെ 12 കഷണമായി കീറി. 12 കഷണമായി കീറി പുതിയ അങ്കി. അക്കാലത്തൊക്കെ തുണിക്ക് ഭയങ്കര വിലയാ. യേശുവിൻ്റെ കാലത്തെ ഒരു ഉദാഹരണം എടുക്കാം. യേശുവിൻ്റെ കാലത്തെക്കാളും 1000 വർഷങ്ങൾക്കെങ്കിലും 600-700 വർഷങ്ങൾക്ക് പുറകിലാണ് ഇവന്. യേശുവിൻ്റെ കാലം ഒന്നെടുക്കാം. യേശു ധരിച്ചിരുന്ന വസ്ത്രം മേലിലോട്ട് അടിയോളം ചീന്തലില്ലാത്തതാകയാൽ റോമൻ പടയാളികൾ, റോമൻ ഓഫീസേഴ്സ് അതിന് ചീട്ടിട്ട് പകുത്തെടുത്തു. ഒരു കഷണം തുണി കളയാനൊക്കത്തില്ല, വസ്ത്രത്തിന് വിലയുള്ള കാലമാ. തേണ്ടേ താനിട്ടിരുന്ന പുതിയ അങ്കി 12 കഷണമായി കീറിച്ചൊരു 10 കഷണം യെരോബെയാമിൻ്റെ കയ്യിലോട്ട് കൊടുത്തേച്ച് പറഞ്ഞു, നീ ദാവീദ് ഗ്രഹത്തിൽ ദാവീദിന് ജനിച്ച ശലോമോൻ്റെ ഭൃത്യനും ദാസനുമാ. പക്ഷേ ഇസ്രയേൽ 12 ഗോത്രമുള്ളതിനെ പ്രോഫറ്റിക്കൽ ആക്റ്റിലൂടെ കാണിക്കുവാൻ, പ്രവചനക്രിയയിലൂടെ കാണിക്കുവാൻ എൻ്റെ പുതിയ വസ്ത്രം ഞാൻ 12ആയി കീറി. 10 നീ പിടിക്ക്, 10 നീ പിടിക്ക്. അവൻ്റെ പ്രഭുത്വം ഞാൻ തട്ടി. ജ്ഞാനികളിൽ ജ്ഞാനിയായവൻ, സമർത്ഥനായവൻ, ശലോമോൻ പോലും തൻ്റെ സകല മഹത്വത്തിലും താമരയോടൊപ്പം വളർന്നിട്ടില്ലെന്ന് യേശു പറഞ്ഞെങ്കിൽ, യേശുവിൻ്റെ കാലം വരെ മനുഷ്യൻ്റെ പ്രൗഢിയും അലങ്കാരവും കാണിക്കുവാൻ രാജ്യത്തിലെ, ലോകത്തിലെ 1-ാം കടയിലേക്ക് ഉയർന്ന ശലോമോൻ, ദൈവത്തിൻ്റെ വഴിവിട്ട പ്രഭുവേ, നിന്നിൽ നിന്ന് രാജ്യത്വം തിരിച്ചെടുത്ത് ഞാൻ കീറുകയാ. നീ അവിശ്വസ്തനായിപ്പോയി. പൈശാചിക മണ്ഡലം അങ്ങോട്ട് ഇളകും. ഭൂമിയിലെ പ്രധാന രാജാക്കന്മാർ ഒരുമിച്ച് കൂടും. മഹദിയാം ബാബിലോൺ, മ്ലേച്ഛതകളുടെയും വേശ്യമാരുടെയും മാതാവ് എന്ന് പറയുന്നവൾ, വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മത്തുപിടിച്ചവൾ, ഒരുപാട് അർത്ഥത്തിൽ വിശുദ്ധന്മാരോട് പോരാടുന്നവരുണ്ട്. ഇന്ന് രാവിലെ മുതൽ എൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുക. കാർട്ടൂൺ വരയ്ക്കാൻ അറിയാവുന്നവൻ കാർട്ടൂൺ വരച്ച് നശിക്കുന്നത്, ആത്മീയൻ്റെ മണ്ടയ്ക്ക് അപവാദം പറയുന്ന കാർട്ടൂൺ വരച്ച ദൈവം അവസരം തന്നതാ. കാർട്ടൂണിസ്റ്റ്, യു ബിക്കം യുവർ സെൽഫ് എ കാർട്ടൂൺ. വ്യാജം എഴുതുവാൻ, പേന വളയ്ക്കുവാൻ അറിയാവുന്നവൻ പരിശുദ്ധാത്മാവിനും ദൈവസഭയ്ക്കുമെതിരെ പേന വളച്ചു തിരിച്ച്, ആശയങ്ങൾ വളച്ചു തിരിച്ച് ദോഷം നിരൂപിക്കുമ്പോൾ സ്വർഗം നിങ്ങളെ വളയ്ക്കട്ടെ. ഒത്തിരി കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മത്തയായ സ്ത്രീ, ഇവൾക്ക് ഗവൺമെൻറ് അതിൻ്റെ മുഴുവൻ അധികാരം കൊടുത്തു. തീർന്നില്ല. ആ പഴയ പാമ്പായ സർപ്പമുണ്ടല്ലോ, ഏദനിൽ പാപം ആരംഭിച്ച ആ ജന്തു ഉണ്ടല്ലോ, ആ പാമ്പ് തൻ്റെ വാലുകൊണ്ട് ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-1 ചുരുട്ടി കുഞ്ഞാടിനെതിരെ തറയിലോട്ടിട്ടു. വീണുപോയ ദൂതന്മാരിൽ പൈശാചിക മണ്ഡലങ്ങളിൽ 3-1 അവൻ്റെ കൂടെ ഉള്ളതിനെ
പൈശാചിക മണ്ഡലത്തെയും ഒരുമിച്ചിളക്കി. മഹദീയം ബാബിലോൺ, ഭരണചക്രം തിരിക്കുന്നവർ, 10 രാജാക്കന്മാർ, സകലതും സമർപ്പിച്ചവർ, പൈശാചിക മണ്ഡലത്തിൽ ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന സകല ദുഷ്ടശക്തികളും ഒരുമിച്ചൊരിറക്കമിറങ്ങുമ്പോൾ ഇപ്പുറത്ത് കുഞ്ഞാടൊരിറക്കമിറങ്ങുകയാ. ലോകസ്ഥാപനത്തിന് മുന്നമേ കൊരിളിറക്കപ്പെട്ട കുഞ്ഞാട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യത്തില്ല. തൻ്റെ കൂടെ ചില ആളുകൾ വേണം. വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവമക്കൾ. കിട്ടുന്നുണ്ടായി പറഞ്ഞ വാക്കിന്റെ അർത്ഥം? വലിയ അന്തിമ യുദ്ധത്തിൽ ഒരുപാട് പ്രഭുക്കന്മാർ തോറ്റ കഥ, ചില പ്രഭുക്കന്മാർ വളർന്ന കഥ, ദൈവം വാഗ്ദത്തം പുനഃസ്ഥാപിച്ച കഥ എല്ലാം ഇങ്ങോട്ട് ഓർമ്മിപ്പിച്ചേച്ച് അവസാന പുസ്തകത്തിൽ വെളിപ്പാട് പുസ്തകം പറയുകയാണ്, കുഞ്ഞാട് ഇറങ്ങി വരികയാ. എന്തിന്? യുദ്ധം ചെയ്യാൻ. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഇന്ന് മകൾ വിളിച്ചൊന്ന് പറയാമോ? യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവയ്ക്കുള്ളത്. യുദ്ധം യഹോവയ്ക്കുള്ളത്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയുടെ അടുത്തൊരു പദം നമ്മൾ ഇതിനകത്ത് വെച്ച് ഉറക്കെ പറഞ്ഞായിരുന്നു. അന്ന് വന്നവർ, ജയം നമുക്കുള്ളത്, ജയം നമുക്കുള്ളത്, ജയം നമുക്കുള്ളത്. തോൽവി പിശാചിനുള്ളത്, തോൽവി പിശാചിനുള്ളത്, തോൽവി പിശാചിനുള്ളത്. ഒരിക്കല് ദാവീദിന്റെ ഗ്രഹവും ശൗലിന്റെ ഗ്രഹവും തമ്മിൽ യുദ്ധമുണ്ടായി. ദാവീദിന്റെ ഗ്രഹം ബലപ്പെടാൻ തുടങ്ങി, ശൗലിന്റെ ഗ്രഹം തളരാൻ തുടങ്ങി. ദൈവം ചിലതിനെ ബലപ്പെടുത്തട്ടെ, ദൈവം ചിലതിനെ ബലപ്പെടുത്തട്ടെ, ദൈവം നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ദൈവം നിങ്ങളെ വളർത്തട്ടെ. അവർ ബലപ്പെട്ടു വരികയാ, ചിലത് ബലപ്പെട്ടു വരികയാ. ഒടുവിൽ കുഞ്ഞാട് തന്നോട് കൂടെ നിൽക്കുന്ന ഇന്ന് മകളെന്ന് പറയാ, കർത്താവ് ഞങ്ങൾ കുഞ്ഞാടിനോടുകൂടെ ആയിരിക്കും, യേശുവിനോടുകൂടെ ആയിരിക്കും, ദൈവപുത്രനോടുകൂടെ ആയിരിക്കും, ദൈവപരിശുദ്ധന്മാരോടുകൂടെ ആയിരിക്കും, ദൈവ പരിശുദ്ധാത്മാവിനോടുകൂടെ ആയിരിക്കും, ദൈവിക പരിശുദ്ധാത്മാവിനോടുകൂടെ ആയിരിക്കും. കുഞ്ഞാട് തന്നോടുകൂടെ ഉള്ളവരും വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും. വിളിച്ചതിനെയെല്ലാം തിരഞ്ഞെടുത്തിട്ടില്ല, വിളിച്ചതിനെയെല്ലാം തിരഞ്ഞെടുത്തിട്ടില്ല. രക്ഷിക്കപ്പെട്ട സകല ദൈവമക്കളെയും കൂടെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് പത്രോസ് പറയുന്നൊരു പദമുണ്ട്, നാമോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും. അടുത്ത പദം രാജകീയ പുരോഹിത വർഗവും. ഒന്ന് നിൽക്കട്ടെ, എല്ലാവരും പുരോഹിതന്മാരാന്ന് തെറ്റിദ്ധരിക്കരുത്. നോ, പുരോഹിത വർഗമാണ്. ലേവ്യനെല്ലാം പുരോഹിതനല്ലെന്നറിയാമോ? പുരോഹിത വർഗമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവൻ മാത്രമേ ഉള്ളൂ പുരോഹിതൻ. തിരഞ്ഞെടുക്കപ്പെട്ടവൻ മാത്രമേ ഉള്ളൂ. മറ്റേത് അവിടെ നിൽക്കേ ഉള്ളൂ, ഒരന്യഭാഷ പറയില്ല. ആരെങ്കിലും പറഞ്ഞാൽ ഈ പ്രാന്തനെ കാണുന്നു, ഇങ്ങനെ നോക്കി എന്നടേ കാണുന്നു. പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ ടെസ്റ്റുകളിൽ ഏറ്റവും വലിയ ടെസ്റ്റായിട്ട് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അകത്ത് കയറിയതാ. ഞാൻ ആ സ്ലൈനിങ് എന്ന വിഷയത്തിന് ക്ലാസ് എടുത്തപ്പോഴേ എൻ്റെ അകത്ത് കയറിയതാ. യെരുശലേമിലെ പരീശന്മാരുടെ നടുക്ക് വെച്ച് ഇയാൾ ആത്മവിഷയത്തിലായിരുന്നു. ഇവിടെ ഒരു സ്വോത്ര ഉറക്കം പറഞ്ഞാൽ എല്ലാം കൂടെ കൊങ്ങായിക്ക് പിടിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കൃപ നഷ്ടപ്പെട്ടവന്മാരാ. പാരമ്പര്യത്തിൻ്റെ പുറംകുപ്പായമേ ഉള്ളു, വേറെ ഒന്നുമില്ല. എന്താ പറഞ്ഞ ഇവന്മാർക്ക് ഒരു സാക്ഷ്യം വേണമല്ലേ പൗലോസേ? വാ ദേവാലയത്തിലോട്ട് വാ. ഇത് ഭയങ്കര ടെസ്റ്റാ. യവന്മാർക്കെതിരെ ഒരു സാക്ഷ്യം വേണ്ടേ? അഥവാ ഗുണപ്പെടുന്ന ഒരെണ്ണം ഇതിനിടയ്ക്ക് എവിടെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടിയില്ലെന്ന് നാളെ അവന് പറയണ്ട. വാ പൗലോസേ, ദേവാലയത്തിലോട്ട് വാ. ദേവാലയത്തിലെ ആ ഉപദേശം പെശകിയ, കൃപ നഷ്ടപ്പെട്ട, വെള്ളവെച്ച ശവക്കല്ലറകളുടെ മുമ്പിൽ ഞാൻ നിന്നെ ആത്മവിവശതയിലാകട്ടെ. തനിക്ക് ലഭിച്ച ഭയങ്കര പരീക്ഷകളിൽ ഒരെണ്ണമായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെട്ടത് മാത്രമേ പുരോഹിതന്മാരുള്ളൂ. അതുകൊണ്ടാണ് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായവരെ ചേർത്ത് ഈ സാത്താനോട് പടവെട്ടി ജയിച്ചു, നിത്യതയിലേക്ക് പ്രവേശിച്ചു. അവിടെ ചെന്നപ്പോൾ പറയാൻ നമ്മെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി. ഭൂമിയിൽ പുരോഹിത വർഗമായിരുന്നു.
പക്ഷെ സ്വർഗത്തിൽ ചെന്നപ്പോൾ പറഞ്ഞു നമ്മെ വർഗമല്ല പുരോഹിതന്മാരാക്കി. കാര്യം ബാക്കിയെ ഫിൽട്ടർ ഔട്ട് ചെയ്തു. എൻ്റെ സഹോദരന്മാരെ, ഫിൽറ്ററിങ്ങിൽ നഷ്ടപ്പെടാതിരിക്കുവാൻ നമുക്ക് കൃപയുടെ അടിത്തട്ടിലോട്ടിറങ്ങാം. നമുക്ക് കൃപയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങാം. ഫിൽറ്ററിങ്ങിൽ നഷ്ടമാകാതിരിക്കുവാൻ, ദൈവകൃപ സൂക്ഷിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിത വർഗത്തിൽ നിന്ന് വിശ്വസ്തരും വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമായ, ഞാൻ വിളിയും തിരഞ്ഞെടുപ്പും പറഞ്ഞു, വിശ്വസ്തത. ഇന്ന് കൂടെ തൊടാനൊക്കത്തില്ല. എൻ്റെ സമയം കഴിഞ്ഞു. 8-9 മിനിറ്റ് എക്സ്ട്രായുമായി. വിശ്വസ്തരുമായവരെ ഒരുമിച്ച് നിർത്തി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. 1 കൊരിന്ത്യർ 15:24 കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു. രാജ്യം പിടിച്ചെടുക്കും. ആകാശത്തുനിന്ന് തറയിൽ വീണ 3-1 നക്ഷത്രങ്ങളെ അഗാധകൂപത്തിലേക്ക് മാറ്. അവനെ കൊണ്ടുവന്ന കൊടിയ പിശാചേ, നിന്നെ ചങ്ങലയിടാൻ ഞാൻ ദൂതനെ നിർത്തിയിട്ടുണ്ട്. ഗുഡ് ഗാഡ്, യോസേപ്പിൻ്റെ മേൽ നിന്ന് ചങ്ങല ഞാൻ വെട്ടിയെങ്കിൽ ആരും അടയ്ക്കാതെ വേണം ഞാൻ തുറക്കും. തുറക്കാതെ ഞാൻ അടയ്ക്കുകയും ചെയ്യും. ജോസഫിൻ്റെ കയ്യിൽ നിന്ന് ചങ്ങല വെട്ടിയെങ്കിൽ നിന്നെ ചങ്ങല ഇടിപ്പിക്കാൻ പോവാ. പണ്ട് നീ ഇങ്ങോട്ട് ചങ്ങല ഇട്ടും എടുക്കാനായതല്ലയോ, ഞാൻ തിരിച്ചിടാൻ പോകാ. നീ ആയിരുന്നു ജോസഫിനെ ചങ്ങലയിൽ കുടുക്കിയത്. നിന്നെ ചങ്ങലയിൽ ബന്ധിക്കുവാൻ നിന്നേക്കാൾ ശക്തരായ ദൂതന്മാരെ ഞാൻ ഭരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വാഴ്ചകളെ, അധികാരങ്ങളെ, ആയുധവർഗം വെച്ച ശത്രുവെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവസഭ ആജ്ഞാപിക്കുക, ദൈവധനത്തിൻ്റെ വഴി വിട്ടുമാറ്. വിശ്വസ്തരെ, വിളിക്കപ്പെട്ടവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരെ, ആത്മിക യുദ്ധത്തിൽ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ അവരവരുടെ തലമുറയിൽ പദവി ലഭിച്ച ദൈവമക്കളെ, നമ്മുടെ മേൽ ഉള്ളത് ഒരു പദവിയാ. ജോസഫ് സീസൺ. എനിക്ക് വിശദീകരിക്കാൻ പ്രയാസമായിരിക്കും, ഞാൻ ഒത്തിരി ഇമോഷണൽ. അതുകൊണ്ട് ജോസഫ് തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ സ്വയം വെളിപ്പെടുത്തിയ ഒരു രംഗമുണ്ട്. യവന്മാരുടെ എല്ലാം കണ്ണുമിഴിക്കുക, എന്തവായി കാണുന്നത്? തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കള്ളി പുറത്തു വരുമെന്ന് വ്യക്തമാ. ജനിച്ച ഓർഡർ അനുസരിച്ച് ചേട്ടാനിയന്മാരെ വിളിച്ചിരുത്തി അവരുടെ കഷ്ടത്തിനനുസരിച്ച് അവരെ സെർവ് ചെയ്യുകയാണ്. പിന്നെ ചോദിക്കുക, മരിച്ചുപോയി എന്ന് നിങ്ങൾ പറയുന്ന എൻ്റെ ആ വൃദ്ധൻ, നിങ്ങളുടെ അപ്പൻ ജീവനോടിരിക്കുന്നു. എടാ, അടുത്ത നാട്ടിൽ നിന്ന് ഇവിടെ ആഹാരം വാങ്ങിക്കാൻ വന്ന ഞങ്ങളുടെ അപ്പനെ കുറിച്ച് ഇയാൾക്കെന്നടാ ഈ കൺസേൺ? ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ. കൺസേണിൻ്റെ കാര്യം പറയാം. അത് എൻ്റെ അപ്പന, അതുകൊണ്ടാ. എന്തോടോ ഇത്ര വൈരാഗ്യത്തോടെ പ്രസംഗിക്കുന്നത്? അത് എൻ്റെ ദൈവമാ, അതുകൊണ്ടാ. അത് എൻ്റെ അപ്പന, അതുകൊണ്ടാ. വിരോച്ച് ഇതെന്നാ കളിയായത്? ഇതെന്നാ കളിയായത്? പറഞ്ഞു, സഹോദരന്മാരെ, ഞാനേതാ നിങ്ങൾക്കറിയാവൂ? ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചല്ലോ. ജീവനോട് ഇരിക്കുന്നുവെന്ന് നിങ്ങൾ പറയുന്ന ആ അപ്പൻ, നിങ്ങൾ ഈ ജീവനോടിരിക്കുന്ന എന്നെ ചത്താന്ന് പറഞ്ഞ പാർട്ടിയല്ലേ? ജീവനോടിരിക്കുന്ന ഞാൻ, ഈ നിൽക്കുന്ന ഞാൻ ചത്തതാന്ന് നിങ്ങൾ പറഞ്ഞ ഭക്തന്മാരല്ലേ? ഗോത്രപിതാക്കന്മാരാ? താണതൊന്നുമല്ല, ഉഗ്രന്മാരാ, ഗോത്രപിതാക്കന്മാരാ. പക്ഷെ നീ കാണിച്ചു വെച്ച വേറെ ഓർമ്മയുണ്ട്. ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ ചത്തെന്ന് പറഞ്ഞ അപ്പൻ്റെ അടുക്കൽ ഭോഷ്ക് പറഞ്ഞ ഗോത്രപിതാക്കന്മാരെ, സത്യം പറ, ആ മനുഷ്യൻ ജീവനോടുണ്ടോ? ഹല്ലേലൂയ, അത് എൻ്റെ അപ്പനാ. മോനെ ബെന്യാമീനെ, ഇങ്ങോട്ട് വാ. നിങ്ങളാരും പേടിക്കണ്ട, ദൈവം എന്നെ ഇവിടെ അയച്ചതാ. അബ്രഹാമിനോടൊരു വാഗ്ദത്തമുണ്ട്. ഞാനതിൻ്റെ കണ്ണിയാ. എന്നെ ചങ്ങലയിട്ടാൽ ചങ്ങല വെട്ടാൻ ദൈവം ആളയക്കും. നിന്നെ അല്ലായിരിക്കും, മിസ്രയീമിലെ ഫറവോനെ ആയിരിക്കും. നിങ്ങൾക്ക് ആഹാരം തരാൻ ദൈവം എന്നെ അയച്ചിരിക്കുക. ഹല്ലേലൂയ. ത്യജിക്കപ്പെട്ടവൻ, അപമാനിക്കപ്പെട്ടവൻ, 20 വെള്ളിക്കാശിന് നിങ്ങൾ എന്നെ എണ്ണിക്കൊടുത്ത് എനിക്ക് എൻ്റെ വില കൊണ്ട് ചായ കുടിച്ചവന്മാരല്ലേ? മോനെ ബെന്യാമീനെ, നിനക്കിരിക്കട്ടെ ഒരു 200 വെള്ളിക്കാശ്. നിനക്കിരിക്കട്ടെ 200 വെള്ളിക്കാശ്. അങ്ങനെ 200 വെള്ളിക്കാശ് കൊടുത്തു.
ചെന്ന് എൻ്റെ അപ്പനോട് കാര്യം പറ. പിന്നെ നീ പോകുമ്പോൾ ഇനി നടന്നു പോകണ്ട കേട്ടോ. എൻ്റെ അപ്പനോടൊരു കാര്യം തുറന്നു പറയണം. അദ്ദേഹത്തെ പ്രഭുവായി തിരഞ്ഞെടുത്ത, കളഞ്ഞു കുളിച്ചതാ പാരമ്പര്യം സൂക്ഷിക്കാൻ. പക്ഷെ ദൈവം തൻ്റെ വാഗ്ദത്തം ഓർത്തതുകൊണ്ട് ഞാൻ പ്രഭു എന്ന് പോയി പറ. ചിലരെ കർത്താവ് പ്രഭുക്കന്മാരാക്കട്ടെ. നാം വിളിക്കപ്പെട്ടവരാ, അല്ലാത്തവരാരും വരത്തില്ല. അല്ലാത്തവരാരും ഒന്ന് സെറ്റ് ഓൺ ചെയ്യത്തില്ല. അല്ലാത്തവരാരും ഇതിൻ്റെ മുമ്പിൽ ഇരിക്കത്തില്ല. നാം വിളിക്കപ്പെട്ടവരാ. 2, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാ. 3, നാം വിശ്വസ്തരാ. അന്നോന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടോണം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടോണം. പ്രൂവ് ഇറ്റ്. തെളിയിക്കൂ. കുഞ്ഞാട് നമ്മെ കൊണ്ട് യുദ്ധം ചെയ്യിക്കും. ഈ ജീവിതത്തിൽ, ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ള യുദ്ധം നാം ഇവിടെ ചെയ്യും. നിത്യതയിൽ ദുഷ്ടശക്തികളെ ശാസിക്കുവാൻ ദൈവം ഏൽപ്പിച്ച അധികാരം നാവിന്മേലുള്ളത് ഉപയോഗിക്കാൻ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. നിങ്ങൾക്കൊരു പ്രതിഫലം യേശു തന്നിരിക്കും. കണ്ണുകളടയ്ക്കാം. ഒരു തീരുമാനം ദൈവസന്നിധിയിൽ പുതുക്കാം. ജോസഫ് സീസണിലേക്ക് കയറി. 21-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞ ശബ്ദം എൻ്റെ അകത്ത് മുഴങ്ങുന്നു. സഭ അടുത്ത മണ്ഡലത്തിലേക്ക് കയറിയിരിക്കുന്നു. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ദൈവസന്നിധിയിൽ നമ്മുടെ പ്രതിഷ്ഠ പുതുക്കാം. ഇല്ലെങ്കിൽ പ്രഭുക്കന്മാരിൽ പലരും വീണുപോയി, അനേകർ തകർന്നുപോയി. ചിലത് നിലവിളക്കതിൻ്റെ സ്ഥാനത്ത് നിന്ന് താഴോട്ട് താണു. ദാവീദേ, നിന്നെ കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ടില്ല, എങ്കിലും നിന്റെ നിലവിളക്ക് സ്ഥാനത്തു നിന്ന് താഴോട്ട് പോയി. നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. വീണവൻ അടുത്ത വീഴ്ച ഒഴിവാക്കാൻ ശ്രമിക്കട്ടെ. ഉള്ളതെങ്കിലും നിനക്കുള്ളതെങ്കിലും മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. ഇന്ന് പകൽക്കാലം ചില തീരുമാനങ്ങൾ ഉയരട്ടെ. കർത്താവേ, അങ്ങയുടെ ജനത്തെ ഞാൻ തിരുനാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. എൻ്റെ ദൈവത്തിൻ്റെ ബലത്തിൻ്റെ തിരുനാമം ചൊല്ലി ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങ് അടിയനെ ഇവിടെ നിർത്തിയിരിക്കുന്ന പദവിയിൽ കർത്താവേ, ഒരു ദൈവസഭയെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ അന്യോന്യം അനുഗ്രഹിക്കുന്നു. അടിയൻ ഇവരിൽ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. ദൈവസഭയുടെ അനുഗ്രഹം ഇന്ന് ഓരോരുത്തരുടെ മേൽ വസിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉപവസിച്ചവർ, പ്രാർത്ഥിച്ചവർ, അധ്വാനിച്ചവർ, യാത്ര ചെയ്തവർ, ബുദ്ധിമുട്ടിയവർ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അതിൻ്റെ നന്മ അനുഭവിപ്പാൻ ബാക്കി പലർക്കും തന്ന കരുണയ്ക്കായി സ്തോത്രം. ബന്ധിക്കപ്പെട്ടത് യോസഫാണെങ്കിൽ ദൈവമേ, തൻ്റെ സഹോദരന്മാർക്ക് ആഹാരം കൊടുക്കുവാൻ അങ്ങ് അവനെ ഉപയോഗിച്ചല്ലോ. ഞങ്ങളിൽ ചിലർ പീഡ അനുഭവിച്ചെങ്കിൽ, ചിലർ കഷ്ടം അനുഭവിച്ചെങ്കിൽ അതിൻ്റെ നന്മ അനുഭവിപ്പാൻ ഇതർക്കും കൂടെ തന്ന പദവിക്കായി സ്തോത്രം. ഞങ്ങൾ അന്യോന്യം അനുഗ്രഹിക്കുന്നു. മീഡിയകളിലൂടെയും മറ്റും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന സകലരെയും തിരുനാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ അനുഗ്രഹം അവരുടെ മേൽ വസിക്കട്ടെ. മഹത്വം അങ്ങ് എടുക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ.